നമസ്കാരം. ഇനിയുള്ള 2 ദിവസം, ഇന്നും നാളെയുമായിട്ട് വൈകുന്നേരം 2 മണിക്കൂർ വെച്ച് നമ്മൾ ഗീതയെ ആസ്പദമാക്കി ജീവിതത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഗീതയെക്കുറിച്ച് മുഴുവനും വിശദമായി പറയുവാൻ ഈ 2 ദിവസം പോരാ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നുള്ളതുകൊണ്ട് ഇതിലേക്കൊരു തുടക്കം എന്ന നിലയിൽ നമുക്ക് ഈ 2 ദിവസങ്ങളെ കാണാം. ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കാം. കേൾക്കുന്നതിനാണല്ലോ നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം. പാരായണം ചെയ്യുന്നതിലും പ്രാധാന്യം പാരായണം ചെയ്ത് കേൾക്കുന്നതിനാണ്. ശ്രുതി കേൾക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് കേൾക്കുകയല്ല ചിന്തിക്കാൻ പോവുകയാണ്, കേൾക്കുക മാത്രമല്ല ചിന്തിക്കാൻ പോവുകയുമാണ് എന്ന് പറയാൻ കാരണം? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് എത്രയോ കാലം മുമ്പ് നല്ല കാര്യങ്ങൾ കേട്ട കാതുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇനി എനിക്ക് ശേഷവും എന്നേക്കാൾ നല്ലത്, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് കേൾക്കാൻ പോകുന്ന കാതുകൾ തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നുറപ്പുണ്ടെങ്കിലും ഒരു ചോദ്യം: കേട്ടതിൽ പലതും നല്ലതായിരുന്നിട്ടും എന്തേ ജീവിതത്തിൽ പലപ്പോഴും അവ നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ അനവധി വന്നു പോയിട്ടും അതിൽ ചിലതെങ്കിലും നടപ്പിലാക്കാൻ നമുക്കാർക്കും സാധിക്കാതെ പോയത്? എന്തുറപ്പാ ഉള്ളത്? നടപ്പിലാക്കാൻ സാഹചര്യം വന്നിട്ട് നമ്മൾ ആരും അതിൽ പലതും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതിന് എന്തുറപ്പാ ഉള്ളത്? ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുക്കിനും മൂലയ്ക്കും എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നവർ കാണിക്കുന്ന അതിക്രമങ്ങൾ കണ്ടാൽ ഈ ചോദ്യം ചോദിച്ചതിൽ അപാകതയില്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് കേട്ടതിൽ പലതും നല്ലതായിരുന്നിട്ടും അവ അനുഷ്ഠിക്കുവാൻ സാഹചര്യങ്ങൾ അനവധി വന്നിട്ടും അതിൽ ചിലതുപോലും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഹരിശ്ചന്ദ്രന്റെ കഥ. നമ്മളിൽ എത്ര പേരിലുണ്ട് സത്യസന്ധത? സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരും പറയേണ്ടി വരും, എന്നിൽ ഇല്ല. ഞാനടക്കം. ഞാൻ നിങ്ങളിൽ നിന്ന് വിഭിന്നനും വ്യത്യസ്തനും ഒന്നുമല്ല. താൽക്കാലത്തേക്കൊന്ന് മോളിൽ കയറിയിരിക്കുന്നു എന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സത്യസന്ധരല്ല. ശിബി മഹാചക്രവർത്തിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ച് രോമാഞ്ചകഞ്ചുകിത ഗാത്രരായി കേട്ട നമ്മളിൽ എത്ര പേരിലുണ്ട് ത്യാഗസന്നദ്ധത? കേട്ടത് നല്ലതായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ജന്മത്തിൽ ഗുണമുണ്ടാവില്ലേ എന്നാണ് ഒരു ചോദ്യം. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്നും എവിടെയായിരുന്നു എന്നും കൃത്യമായി അറിയാത്ത നമുക്ക് അടുത്ത ജന്മവും എന്തായിരിക്കും, എവിടെയായിരിക്കും, ഏതായിരിക്കും എന്നറിയാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന ജന്മങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഉള്ള ഈ ജീവിതം പാഴാക്കുന്നതിൽ വലിയ അർത്ഥമില്ലാത്തതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളുടെ കഥ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും കേട്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ പോയത്? കേട്ടതെല്ലാം കേൾപ്പിച്ചയാളുടെ അഭിപ്രായങ്ങളായിരുന്നു. കേൾപ്പിച്ചയാളുടെ അഭിപ്രായ പ്രകാരം കേട്ട നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യം അല്ല. നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിപ്രായ പ്രകാരം മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കേട്ട നല്ലത് നമ്മുടേതായി മാറണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നതിനോടൊപ്പം ചിന്തിക്കണം, അതിനെ സ്വാംശീകരിക്കണം, അത് നമ്മുടെ അഭിപ്രായമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇനി വരാൻ പോകുന്ന 2 ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഉറക്കെ ചിന്തിക്കാൻ തുടങ്ങിയ കലപിലയായിരിക്കും ഇവിടെ. അതുകൊണ്ട് ഞാൻ ഉറക്കെ ചിന്തിക്കും,
എൻ്റെ ചിന്താധാരയിലൂടെ നിങ്ങളും സഞ്ചരിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ 2 ദിവസങ്ങളിലുമായി കേൾക്കാൻ പോകുന്നതെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ളതായിരിക്കുമെന്നൊരുറപ്പുമില്ല. കേൾക്കുന്നത് ചിലത് ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടപ്പെടില്ല, ചിലത് നിങ്ങളെ ക്ഷോഭിപ്പിക്കും, ചിലത് നിങ്ങളെ സാന്ത്വനപ്പെടുത്തും. പക്ഷെ ക്ഷമയോടുകൂടി, നിഷ്പക്ഷതയോടുകൂടി ഇത് കേട്ടതിന് ശേഷം ഭഗവാൻ ഗീത അവസാനിപ്പിക്കുന്നത് പോലെ ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഭാരതീയ സംസ്കൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമേതാണ് എന്ന് ആരോട് ചോദിച്ചാലും അവർ നിസ്സംശയം പറയുന്ന മറുപടി ഭഗവത്ഗീത എന്നായിരിക്കും. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം ചമയ്ക്കാത്ത മഹാരഥന്മാര് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അവരവരുടേതായിട്ടുള്ള മതങ്ങൾ സ്ഥാപിക്കാൻ ഭാരതത്തിലെ വിവിധ ആചാര്യന്മാർ ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. 2000-ൽ പരം പതിപ്പുകളായും 75ഓളം ഭാഷകളിലുമായി ഗീത പല രീതിയിൽ പല മാതിരി പലരുടെ ഇടയിലേക്കും ഇറങ്ങി വന്നിട്ടുണ്ട്. ഗീതാ വ്യാഖ്യാനം രചിക്കാത്ത മഹാരഥന്മാരില്ല. എല്ലാവരും സ്വമതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗീത രചിച്ചിട്ടുണ്ട്. അദ്വൈത മതസ്ഥാപകനായ ശങ്കര ഭഗവത്പാദര്, വിശിഷ്ടാദ്വൈത സ്ഥാപകനായിട്ടുള്ള രാമാനുജാചാര്യര്, ദ്വൈത മതസ്ഥാപകനായിട്ടുള്ള മാധ്വാചാര്യര്, വൈഷ്ണവനായിട്ടുള്ള യാമുനാചാര്യര് തുടങ്ങിയ കാശ്മീര ശൈവ സമ്പ്രദായിയായിട്ടുള്ള അഭിനവഗുപ്തപാദര് തുടങ്ങിയ എല്ലാവരും ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗീതയ്ക്ക് ഭൗതികവാദപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനവും ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഈശ്വര വിശ്വാസമുള്ളവർ മാത്രമല്ല ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്, നിരീശ്വരവാദികളും ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ നിരീശ്വരവാദപരം ആയ കാഴ്ചപ്പാടിനെ സമർത്ഥിക്കുവാൻ അവരും രചിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഗീതയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗീതയെ ആസ്പദമാക്കി 2000-ല് ഹോളിവുഡില് ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദ ബാഗവാൻസ് എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു പുസ്തകത്തെ അധികരിച്ചിട്ടാണ് സിനിമയുടെയും പേര് ബാഗവാൻസ് എന്നാണ്. അത് ഇംഗ്ലീഷിൽ ഉച്ചരിച്ചാൽ ആക്സെന്റഡ് ആയിട്ടുള്ള ഉച്ചാരണം ഭഗവാൻ എന്നാണ് കേൾക്കുക. ബാഗർവാൻസ് എന്നുള്ളത് ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ കേട്ടാൽ ഭഗവാൻ എന്നാണ് കേൾക്കുക. അത് ഗോൾഫ് കളിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഗീതയുടെ തത്വങ്ങളെ അനാവരണം ചെയ്യുന്നത്. ഗോൾഫ് കളിക്കാരനായ ആള് അർജുനനും ഗോൾഫ് കളിക്കാരന്റെ ബാറ്റ് പിടിക്കുന്ന ആള് കാഡി, അത് ശ്രീകൃഷ്ണനുമായിട്ടാണ് കഥ ചുരുളഴിയുന്നത്. വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളെ സമർത്ഥിക്കുവാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഗീതാവ്യാഖ്യാനങ്ങൾ ഗീത 4 തലത്തിൽ നിന്ന് കേൾക്കാം. 4 വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് ഗീത കേൾക്കാം. ഒന്ന്, ശ്രീകൃഷ്ണൻ ആണ് ഗീത പറഞ്ഞത്. പറയുന്നയാള് പറയുന്നതിനോടൊപ്പം കേൾക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് പറഞ്ഞയാള് കേട്ടതുപോലെ കേൾക്കാം. പറഞ്ഞയാള് കേൾക്കുമ്പോഴാണ് പറഞ്ഞതിൻ്റെ പൊരുള് കൃത്യമായിട്ട് മനസ്സിലാവുക. കേൾക്കുന്നയാളിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കേട്ടതിൽ ഒരു ചെറിയ ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പറയുന്നയാള് വാക്കുകൾക്ക് ഉദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള അർത്ഥത്തെ അതേ തലത്തിൽ കേൾക്കുന്നയാള് കേട്ടുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഗീതാ വായന, ചിന്ത, കേൾവി ശ്രീകൃഷ്ണന്റെ തലത്തിലുള്ളതാണ്. ശ്രീകൃഷ്ണൻ പരമാത്മാവാണ്. പരമാത്മാവിന്റെ വാക്കുകൾ അപൗരുഷേയമാണ്. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷപ്രയത്നം കൂടാതെ ഉണ്ടാകുന്നത്, മനുഷ്യൻ പ്രയത്നിക്കാതെ ഉണ്ടാകുന്നത്, വെളിപ്പെട്ട് കിട്ടുന്നത്. അപൗരുഷേയമായത് ശ്രുതിയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ തലത്തിലുള്ള കേൾവി എന്ന് പറയുന്നത് ശ്രൗതമായതാണ്. ഏറ്റവും ഉയർന്നത് ഭാരതീയ സംസ്കൃതിയിൽ ഏറ്റവും ഉയർന്നത് ശ്രുതികളാണ്, വേദങ്ങളാണ്. ശ്രുതിയുടെ തലത്തിൽ നിന്നുള്ള കേൾവി, ശ്രീകൃഷ്ണന്റെ തലത്തിൽ നിന്നുള്ള കേൾവി, അങ്ങനെ ഒരു വ്യാഖ്യാനം രചിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇത് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടേണ്ടതാണ്. ഈ തലത്തിലുള്ള കേൾവി അത് എഴുതി വെക്കുകയോ ഓർത്തെടുക്കുകയോ ചെയ്യേണ്ടതല്ല. ഫ്രഷായിട്ട് ഗുരുമുഖത്ത് നിന്ന് കേൾക്കേണ്ടതായതുകൊണ്ടായിരിക്കാം
അതൊരു പക്ഷേ എഴുതപ്പെടാതെ പോയിട്ടുള്ളത്. അതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കേൾവി. രണ്ടാമത്തേത്, അർജുനനാണിത് കേട്ടത്. അർജുനൻ കേൾക്കുന്നത് തൻ്റെ പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഓർത്തതും ഓർക്കുന്നതും നമ്മൾ മറന്നുപോയതും ആണ്. നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്നത്, നമ്മൾ മറന്നു പോകുന്നത് നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാത്തത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മറന്നുപോയി എന്ന് പറയുന്നതും നമുക്കറിയാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഓർക്കുന്നത് മാത്രമല്ല മറന്നതും കൂടി ചേരുമ്പോഴാണ്. ഓർമ്മകളുടെയും മറവികളുടെയും ആകത്തുകയായ പരിമിതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള കേൾവിയും ചോദ്യങ്ങളുമാണ് അർജുനൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ, അതിൽ മറവിയും വരും, ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള കേൾവി സ്മൃതിയുടെ കേൾവി. ഓർമ്മ, സ്മൃതി, സ്മാർത്ഥമായത്. അർജുനൻ കേൾക്കുന്നത് സ്മാർത്ഥമായ തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അത് രണ്ടാമത്തെ തലം, സ്മാർത്ഥമായ തലം. അതാണ് ഈ സ്മാർത്ഥ തലത്തിലാണ് പല പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളും രചിച്ചിട്ടുള്ളത്, ശ്രൗതമായ തലമല്ല. ഈ രണ്ടുപേരുമാണ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കേട്ടിട്ടുള്ളത്, പറഞ്ഞ ഉടനെ കേട്ടവർ. വേറൊരാളും കൂടി, വേറെ 2-3 പേരും കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് കേട്ടവരുണ്ട്. പക്ഷെ അവർ നിഷ്പക്ഷരായതുകൊണ്ട് അവരെ ഇപ്പം നമുക്ക് പരിചയപ്പെടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് പരിചയപ്പെടാം. പിന്നീട് ഈ കഥ, ഈ ഡയലോഗ് കേട്ട് പുനരാവിഷ്കരിക്കുന്നത് സഞ്ജയനാണ്. ഭഗവാൻ കൃഷ്ണൻ ഗീത ഉച്ചരിച്ച ആ സമയത്ത് തന്നെയല്ല സഞ്ജയൻ ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നിട്ടും ധൃതരാഷ്ട്രരോട് ഗീത പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധക്കളത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതേ സമയത്തു തന്നെ കാണാനും അത് നറേറ്റ് ചെയ്യുവാനുമുള്ള അനുഗ്രഹം ഭഗവാൻ വ്യാസനിൽ നിന്ന് കിട്ടിയിട്ടും ധൃതരാഷ്ട്രര് ചോദിക്കാത്തതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗീത മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മഹാഭാരതത്തിലെ അവിഭാജ്യ ഘടകമാണ് ഗീത. ഗീത പ്രക്ഷിപ്തമാണ് എന്നൊക്കെ ചില പണ്ഡിത ശിരോമണികളുടെ വാദമുണ്ട്. ഗീത പിൽക്കാലത്ത് തിരികെ കയറ്റിയതാണ്. മഹാഭാരതം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മഹാഭാരതത്തിൽ ഉടനീളം ഗീതയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗീതയിലെ ആശയം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടോ കൂട്ടിച്ചേർത്തതോ അല്ല എന്ന് തിരിച്ചറിയാൻ മഹാഭാരതം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് ഗീത പ്രക്ഷിപ്തമാണ് എന്ന വാദം തള്ളിക്കളയേണ്ടതാണ്. കാരണം അതിൽ യാതൊരു തരത്തിലുള്ള അനവസരത്വവും ഇല്ല. ഗീത പ്രക്ഷിപ്തമാണെന്ന് പറയുന്നതിന് മറ്റൊരു കാരണവും കൂടി ചിലർ പറയാറുണ്ട്. ഇത്രയും നേരം യുദ്ധക്കളത്തിൽ നിന്ന് പാട്ടുപാടി രസിക്കാൻ എവിടെയാ സമയം? അതിനിടയ്ക്ക് ദുര്യോധനാദികള് അമ്പ് ഇവരെയൊക്കെ തട്ടിക്കളയില്ലായിരുന്നു എന്നാണ് ചോദ്യം. അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും. കാരണം ഗീത ഒരു ഭാവവും ഇല്ലാതെ വായിച്ചാൽ 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ വേണം. ഒരു ഭാവവും ഇല്ലാതെ വായിച്ചാൽ. അപ്പോൾ ചോദ്യകർത്താവിന്റെ ഭാവവും ഉത്തരദാതാവിന്റെ ഭാവത്തോടും കൂടി ഗീത ചൊല്ലാൻ തുടങ്ങിയാൽ ചുരുങ്ങിയതൊരു 2-2.5 മണിക്കൂറെങ്കിലും വേണ്ടിവരും ഗീത ഒന്ന് ഭംഗിയായിട്ട് തീർക്കാൻ. ഈണത്തിലൊന്നുമല്ല സാധാരണഗതിയിൽ. ഏതായാലും ഈണത്തിലൊന്നും ആയിരിക്കില്ല യുദ്ധക്കളത്തിൽ നിന്ന് ഇവർ പാടിയിട്ടുണ്ടാവുക. എങ്കിലും അത്രയും നേരം എവിടുന്നാ കിട്ടിയത് എന്നുള്ള ചോദ്യമുണ്ട്. അത് ശബ്ദത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാട് അറിയാതെ പോകുന്നത് കൊണ്ടാണ്. ശബ്ദത്തിന് നമ്മൾ കേൾക്കുന്ന തലം മാത്രമല്ല ഉള്ളത്. വൈയാകരണന്മാരുടെ അഭിപ്രായത്തില്, ഭർതൃഹരിയുടെ വാക്യപദീയത്തില് ശബ്ദത്തിന് 3 തലങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ശബ്ദത്തിന് പിൽക്കാലത്ത് ഒരു തലവും കൂടി താന്ത്രികരായ നാഗോജി ഭട്ടൻ ആഡ് ചെയ്യുകയും പിൽക്കാലത്ത് ശബ്ദത്തിന് 4 തലം ഉള്ളതായിട്ട് പ്രസിദ്ധമാവുകയും ചെയ്തു. വാക്യപദീയ കർത്താവായിട്ടുള്ള ഭർതൃഹരിയുടെ വാദപ്രകാരം ശബ്ദത്തിന് 3 തലം. നമ്മൾ കേൾക്കുന്ന തലം അത് വൈഖരി തലം. നമ്മൾ ചിന്തിക്കുന്ന തലം അത് മധ്യമയുടെ തലം. നമ്മൾ ചിന്തിക്കുവാനും ഉച്ചരിക്കുവാനും ആഗ്രഹിക്കുന്ന തലം, നമ്മളൊരാശയത്തെ പ്രകടിപ്പിക്കുവാൻ ഇച്ഛിക്കുന്ന തലം അത് പശ്യന്തി തലം, ശബ്ദത്തെ കാണുന്ന തലം.
ശബ്ദത്തിന് കേൾവിയുടെ തലം മാത്രമല്ല ഉള്ളത്, ശബ്ദത്തിന് കാഴ്ചയുടെ തലവും ഉണ്ട്. ശബ്ദത്തിന് കാഴ്ചയുടെ തലമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മന്ത്രങ്ങൾക്ക് ഋഷികൾ ഉള്ളത്. മന്ത്രദ്രഷ്ടാരോ ഋഷയ. മന്ത്രത്തെ കാണുന്നവനാണ്, കേൾക്കുന്നവനല്ല, കാണുന്നവനാണ് മന്ത്രത്തിന്റെ ഋഷി. ഗായത്രി മന്ത്രം വിശ്വാമിത്രൻ കേൾക്കുകയല്ല ചെയ്തത്, കാണുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനാണ്. ശബ്ദത്തിന് കാഴ്ചയുടെ തലമുണ്ട്. കാഴ്ചയുടെ തലത്തിൽ ഇന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വീട്ടില് അതിഥി വരുന്നു, പ്രത്യേകിച്ച് ആതിഥേയന് അതിഥിയോട് പറയാനൊന്നും ഉണ്ടാവില്ല. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഊണിനിടയ്ക്ക് സമയം അനവധി ബാക്കി. എന്ത് ചെയ്യും സാധാരണഗതിയിൽ? അപ്പോഴാണ് വീട്ടുകാരൻ ആലോചിച്ചത്, മകൻ ഗീത പഠിക്കാൻ പോകുന്നുണ്ട്, ആതിഥേയന് ഗീതയിൽ കുറച്ച് താല്പര്യവുമുണ്ട്. ഉടനെ മകനെ വിളിക്കും, ആതിഥേയനോട് പറയും, മകൻ ഗീതയൊക്കെ ചൊല്ലും. മകനെ വിളിച്ചിട്ട് പറയും, ചൊല്ലടാ ഗീത എന്ന്. മകൻ അറിയാം കേൾക്കുന്നയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് കേൾക്കാൻ. അതുകൊണ്ട് മകൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. മിണ്ടാണ്ട് നിൽക്കുമ്പം അച്ഛനും അമ്മയും കൂടി ഒന്നും പറയുകയല്ല, മാന്യരല്ലേ, അതും ഇതുമൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞാൽ മാന്യത പൊളിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് മകനെ ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിന്റെ ഊക്കുകൊണ്ട് പഠിച്ചത് മുഴുവൻ മോൻ പാടിക്കഴിഞ്ഞേ നിർത്തുള്ളൂ. എന്താ കാര്യം? നോട്ടത്തിന്റെ അർത്ഥം എന്താ? ഇങ്ങേരൊന്ന് പോട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നാണ്. അപ്പം നോട്ടം കൊണ്ട് അർത്ഥത്തെ ധ്വനിപ്പിക്കാം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ അത്രയ്ക്കടുപ്പവുമാണ്. അവർ തമ്മിലുള്ള പാരസ്പര്യം വളരെ ശക്തമാണ്. നരനാരായണന്മാരുടെ പുനരവതാരമാണ് കൃഷ്ണാർജുനന്മാർ, അർജുനനും കൃഷ്ണനും എന്ന് ഭാരതം തന്നെ പറയുന്നു. അത്രയധികം പാരസ്പര്യമുള്ളവർ, പരസ്പരം നന്നായിട്ടറിയാവുന്നവർക്ക് ചോദ്യവും ഉത്തരവും ഒരു നോട്ടം കൊണ്ടും ഒരു സ്പർശം കൊണ്ടും നടത്താവുന്നതേ ഉള്ളൂ. ശ്രീകൃഷ്ണാർജുനന്മാർ തമ്മിൽ ഉള്ള പാരസ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തെ 10 ദിവസങ്ങൾക്ക് ശേഷം, ഭീഷ്മ പിതാമഹൻ പതിച്ചതിന് ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുമ്പോഴാണ് 700 ശ്ലോകങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിച്ചത് 700 ശ്ലോകങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയില്ല. നാം കേൾക്കുന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതല്ല, ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതായിട്ട്, ശ്രീകൃഷ്ണാർജുനന്മാരുടെ സംവാദമായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും തമ്മിൽ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭാഷണത്തെ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ 50 മിനിറ്റ് ആയിട്ട് അത് മാറുന്നത് പോലെയാണ് യുദ്ധക്കളത്തിനകത്ത് വെച്ച് വളരെയധികം പാരസ്പര്യമുള്ള ശ്രീകൃഷ്ണാർജുനന്മാർ തമ്മിൽ നടത്തിയ നൈമിഷികമായിട്ടുള്ള സംഭാഷണത്തെ 700-ൽ പരം ശ്ലോകങ്ങളിലാക്കി സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 700ഓളം ശ്ലോകങ്ങളിലൂടെ സഞ്ജയൻ വെളിപ്പെടുത്തി കൊടുത്തിയ ഗീത നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 70-ൽ പരം വ്യാഖ്യാനങ്ങളും ഇവിടെ രചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഗീത നമ്മളതും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഗീത പ്രക്ഷിപ്തമാണ് എന്നുള്ള വാദം നമുക്ക് തള്ളിക്കളയാം. സഞ്ജയൻ 10 ദിവസങ്ങൾക്ക് ശേഷം, യുദ്ധം തുടങ്ങിയിട്ടൊന്നും ധൃതരാഷ്ട്രര് യുദ്ധത്തെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ളവർ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് പിന്നീട് ആകട്ടെ പോസ്റ്റ്പോൺ ചെയ്യുന്നത് പോലെ, നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ ആകട്ടെ. കാരണം യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നന്നാകാൻ വഴിയില്ല എന്നറിയാവുന്ന ധൃതരാഷ്ട്രർക്ക് ആ വാർത്തകൾ നല്ലതല്ല എന്ന ബോധമുള്ളത് കൊണ്ട് ഉണ്ടായ ഉടനെ കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കുറെ ദിവസങ്ങൾ ഇദ്ദേഹം ഒന്നും ചോദിച്ചില്ല. ചോദിക്കാതൊന്നും പറയാൻ പാടില്ല എന്നാണ്. ചോദിച്ചാൽ തന്നെ നമ്മുടെ മഹർഷീശ്വരന്മാര് വളരെ പ്രയാസപ്പെട്ട എന്തെങ്കിലും പറയാ, ചോദിച്ചില്ലെങ്കിൽ അവരൊന്നും പറയില്ല. സഞ്ജയൻ അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. സഞ്ജയനൊന്ന് യുദ്ധക്കളമൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ തീരുമാനിച്ചു. യുദ്ധക്കളത്തിൽ ആയുധങ്ങൾ ഏൽക്കാതിരിക്കാനും യുദ്ധക്കളത്തിൽ എവിടെയും യഥേഷ്ടം സഞ്ചരിക്കുവാനുമുള്ള വരം
വ്യാസഭഗവാൻ സഞ്ജയന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രസ് റിപ്പോർട്ടേഴ്സിനൊക്കെ ഉള്ള ഇമ്മ്യൂണിറ്റി പോലെ ഏത് വലിയ അടി നടക്കുകയാണെങ്കിലും അവർക്ക് ക്യാമറ കൊണ്ട് പോകാം, അവർക്ക് അടിയില്ല. വല്ലപ്പോഴുമേ അവർക്ക് അടി കൊള്ളുള്ളൂ, അത് അവരുടെ കയ്യിലിരിപ്പുകാരനാണ്. അല്ലെങ്കിൽ അവർക്ക് വലിയ അടിയൊന്നും കിട്ടുന്നതായിട്ട് നമുക്കറിയില്ല. ഈ പ്രസ് നമ്മുടെ നാട്ടിൽ നമുക്ക് സുപരിചിതമാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ റിപ്പോർട്ടറെ ഭാരതത്തിലൂടെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത്. ഭാരതത്തിലില്ലാത്തത് എവിടെയും ഒരിടത്തും ഒരു കാലത്തും ഉണ്ടാവുകയില്ല. ആ ധൈര്യത്തിലാണ് വ്യാസൻ ഗണപതിയോട് പറഞ്ഞത്, എഴുതിക്കോ, യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതത്ക്വചിത്. ഇതിലുള്ളത് എല്ലായിടത്തുമുണ്ട്, ഇതിലില്ലാത്തത് എവിടെയും ഒരിടത്തും ഒരു കാലത്തും ഉണ്ടാവുകയില്ല. മഹാഭാരതത്തിൽ ഇല്ലാത്തത് ഈ ലോകത്തെവിടെയും ഉണ്ടാവുകയില്ല. ഈ ലോകത്തെവിടെയും ഉണ്ടാകുന്നത് ഭാരതത്തിൽ നോക്കിയാൽ കാണാനും സാധിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇദ്ദേഹം യുദ്ധക്കളത്തിൽ ചെന്നു, ആയുധങ്ങളൊന്നും കൊണ്ടില്ല. അന്നാണ് ഭീഷ്മ പിതാമഹര് പതിക്കുന്നത്. ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ നടത്തിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശരശയ്യയിൽ കിടക്കുന്നു ഭീഷ്മ പിതാമഹർ. ആ വാർത്തയുമായിട്ടാണ് സഞ്ജയൻ എക്സൈറ്റഡ് ആയിട്ട് തിരിച്ചു വരികയാണ്. ഭീഷ്മ പിതാമഹർ വീണു. കാര്യങ്ങൾ, യുദ്ധക്കളത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നിൽ പോസ്റ്റ്പോൺ ചെയ്തു വെച്ച ജിജ്ഞാസ അണപൊട്ടി ഒഴുകുകയും ധൃതരാഷ്ട്രര് സഞ്ജയനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഗീത അനാവരണം ചെയ്യപ്പെടുന്നത്. സഞ്ജയൻ 10 ദിവസങ്ങൾ മുമ്പ് നടന്ന കഥയാണ് പറയാൻ പോണത്. 10 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാൻ പോകുന്നത്. 10 ദിവസം മുമ്പ് നടന്നത്, പഴയത്, പുരാണമായത്. സഞ്ജയൻ പറഞ്ഞ തലം പൗരാണിക തലം, ശ്രുതിയുടെ തലം, സ്മൃതിയുടെ തലം, പുരാണത്തിന്റെ തലം. 3 തലം കഴിഞ്ഞു. ഇനി 4ാമത്തെ തലം ധൃതരാഷ്ട്രര് കേട്ടതുപോലെ. അപ്പൊ ശ്രീകൃഷ്ണൻ കേട്ടതുപോലെ ഗീത കേൾക്കാം, അർജുനൻ കേട്ടതുപോലെ ഗീത കേൾക്കാം, സഞ്ജയൻ കേട്ടതുപോലെ ഗീത കേൾക്കാം. ഇനി ധൃതരാഷ്ട്രര് കേട്ടതുപോലെയും ഗീത കേൾക്കാം. ധൃതരാഷ്ട്രര് കേട്ടതെങ്ങനെയാ? ഈ 700 ശ്ലോകം കേട്ടിട്ടും മൂപ്പർക്കൊരു മാറ്റവും ഉണ്ടായില്ല. കുരുടനായി തന്നെ ഇരുന്നു, കണ്ണു തുറന്നില്ല. സഞ്ജയൻ പറഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ധൃതരാഷ്ട്രർക്ക്. ധൃതരാഷ്ട്രരുടെ തലം എത്ര കേട്ടാലും കേൾക്കുന്നവരിൽ ഒരു മാറ്റവും ഉണ്ടാകാത്ത തലം ലൗകികമായ തലം, ലൗകിക കേൾവി. അങ്ങനെ 4 തലത്തിൽ കേൾക്കാം ഭഗവത്ഗീത. ശ്രീകൃഷ്ണന്റെ തലം ശ്രൗതം, അർജുനന്റെ തലം സ്മാർത്തം, സഞ്ജയന്റെ തലം പൗരാണികം, ധൃതരാഷ്ട്രരുടെ തലം ലൗകികം. അങ്ങനെ 4 തലം. ഇവര് 4 പേരല്ലാതെ മറ്റു 3 പേരും കൂടി ഗീത കേട്ടിട്ടുണ്ട്. അതിലൊന്ന് അർജുനന്റെ കൊടിയിൽ സന്നിഹിതനായിരിക്കുന്ന ഹനുമാൻ. ഹനുമാൻ ഇത് കേൾക്കുമെന്നറിയാതെയാണ് വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ നമ്മൾ ചിലപ്പം കേൾക്കുന്ന ആരൊക്കെ ഉണ്ടെന്നുള്ളത് ചിന്തിക്കാത്തതുപോലെ ശ്രീകൃഷ്ണൻ ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് പരമഗോപ്യമായ, അതിരഹസ്യമായ, ഇന്ന ആൾക്കാരൊന്നും കേൾക്കാൻ പാടില്ല എന്ന് 18ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നതായ ഭഗവത്ഗീത വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഹനുമാൻ ഇരുന്നിങ്ങനെ പെറുപെറുക്കുന്നത് കാണാനിടയായി ശ്രീകൃഷ്ണൻ. അപ്പൊ ശ്രീകൃഷ്ണൻ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ എന്താ ഈ പെറുപെറുക്കുന്നത്? അതോ ഭഗവാനെ അങ്ങ് അർജുനനോട് പറഞ്ഞുകൊടുത്ത ആ അമൂല്യമായ അറിവില്ലേ, അത് മറന്നു പോകാതിരിക്കാൻ ഞാൻ ഉരുവിടുന്നതാണ്. അപ്പോഴാണ് കൃഷ്ണൻ അക്കിടി പറ്റിയത് മനസ്സിലായത്. മുകളിലിരുന്ന് ഒരാളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളും അതാ എപ്പോഴും പറയാറ്, മുകളിലിരുന്ന് ആരോ ഇത് കേൾക്കുന്നുണ്ട്. മുകളിലിരുന്ന് കേൾക്കുന്നയാള് കേൾക്കുന്നുണ്ടോ എന്ന് അറിയിച്ചിട്ടല്ല കേൾക്കുക, അയാൾ അങ്ങനെ ഒതുങ്ങിയിരുന്നങ്ങ് കേൾക്കുകയുള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഹനുമാനെ ഇത് വെളിപ്പെടുത്താൻ പാടില്ല, ഇത് അതീവ ഗോപ്യവും അതിരഹസ്യവുമായിട്ടുള്ള കാര്യമാണ്. ഗീത അതീവ ഗോപ്യമുള്ളതായിട്ടുള്ളതാണ്, അതീവ രഹസ്യമായിട്ടുമുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇത് വെളിപ്പെടുത്താൻ പാടില്ല. ഹനുമാൻ പറഞ്ഞു, ഭഗവാനെ ഇത് ആരോടും വെളിപ്പെടുത്താതിരിക്കുന്നത് തെറ്റല്ലേ? അമൂല്യമായത്, അമൂല്യമാകുന്നത് മറ്റുള്ളവരോടും കൂടി പങ്കുവെക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അമൂല്യമായ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും വിളിക്കും, എന്നിട്ട് രഹസ്യമായി കാണിച്ചു കൊടുക്കും. എന്നിട്ട് കാണുന്നവരോട് പറയും, ആരോടും പറയരുത് കേട്ടോ എന്ന്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. നമ്മളിത് കാണുന്ന എല്ലാവരോടും പറയും, ആരോടും പറയരുത് എന്ന്. അമൂല്യമായത് പങ്കുവെച്ചില്ല എങ്കിൽ അതിനെന്ത് അമൂല്യത? അതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ഇത് പങ്കുവെക്കണം ഭഗവാനെ, ഇത് ലോകർക്ക് ഗുണമുണ്ടാകാൻ ഉള്ളതാണ്, ഇത് വെളിപ്പെടുത്താതിരിക്കാൻ പാടില്ല. ശ്രീകൃഷ്ണന്റെ അഭ്യർത്ഥന മാനിച്ച് ഹനുമാൻ തന്റെ സ്വന്തം ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് വെളിപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ച്
മറ്റൊരു ശരീരത്തെ സ്വീകരിച്ച് ഗീതയ്ക്കൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട് പൈശാചി ഭാഷയിൽ. പൈശാചി എന്നുള്ളത് പിശാചിന്റെ ഭാഷ എന്നല്ല അർത്ഥം, പ്രാകൃത ഭാഷകളിൽ ഒന്നാണ് പൈശാചി. മാഗധി തുടങ്ങിയ പ്രാകൃത ഭാഷകളുണ്ട്, പാലി, അതൊക്കെ പ്രാകൃത ഭാഷകളാണ്. അതിലൊരു ഭാഷയാണ് പൈശാചി. പൈശാചി ഭാഷയിൽ ഹനുമാൻ ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റി ഹനുമത് കൃത ഗീതാഭാഷ്യം ഇന്ന് ഔട്ട് ഓഫ് പ്രിന്റ് ആണ് എങ്കിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഹനുമാൻ കേട്ടത്, ഹനുമാന്റെ കേൾവി നമുക്കിവിടെ അത്ര പ്രസക്തമല്ല. കാരണം ഹനുമാൻ നിഷ്പക്ഷനായിട്ട് ഉള്ള കേൾവിക്കാരനാണ്, ഇതിൽ ആക്റ്റീവ് അല്ല, അദ്ദേഹം പാസീവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണക്ക് കൂട്ടുന്നില്ല. പിന്നെ മറ്റൊരാള് വ്യാസഭഗവാൻ, അദ്ദേഹവും ഇത് മുഴുവൻ ആ റിയൽ ടൈമിൽ കേട്ടയാളാണ്. ഇതെഴുതിയ ഗണപതി ഭഗവാനും അദ്ദേഹവും റിയൽ ടൈമിൽ കേട്ടയാളാണ്. ഇവരുടെ 3 പേര്, 7 പേരാണിത് ടോട്ടലി ഫ്രഷ് ആയിട്ട് കേട്ടത്. പക്ഷെ അതിൽ 3 പേരുടെ കേൾവി നമ്മൾ എടുക്കുന്നില്ല, കാരണം അവർ പാസീവ് ലിസണേഴ്സ് ആണ്. ആക്റ്റീവ് ലിസണേഴ്സ് ഇവർ 4 പേരുമാണ് എന്നുള്ളത് കൊണ്ട് ശ്രൗത, സ്മാർത്ത, പൗരാണിക, ലൗകിക തലത്തിലുള്ള കേൾവി. ഇനി അടുത്തൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ എന്നോ നടന്ന കഥ. ഏതോ ഒരു കാലത്ത് കുരുടനായ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ മക്കളോടുള്ള മമത കാരണം ഒക്കെ സംഭവിച്ചതാണ്. ഇത് ഏതോ ഒരു കാലത്ത് എങ്ങാണ്ടോ ഒരിടത്ത്. അതുകൊണ്ടാണ് കഥ പറയുമ്പോഴൊക്കെ നമ്മൾ പറയാ പണ്ടൊരിക്കൽ ഒരിടത്ത് നടന്ന സംഭവത്തിന് ഇന്ന് എന്താണ് ഇത്ര പ്രസക്തി? ധൃതരാഷ്ട്രരുടെ ജീവിതത്തിൽ സംഭവിച്ച കഥകൾക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ധൃതരാഷ്ട്രർ എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കേണ്ടി വരും. ആരാണ് ഈ ധൃതരാഷ്ട്രർ? പണ്ടൊക്കെ പേരും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പേരിനെ അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ പ്രവൃത്തികളുള്ളവരായിരുന്നു മനുഷ്യർ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പേര് ഉണ്ടാക്കിയവരായിരുന്നു മനുഷ്യർ. അതുകൊണ്ട് അവരുടെ പേരും അവരുടെ പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടാവും. കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്നവൻ, പാർവതി പർവ്വതത്തിന്റെ പുത്രി, പേരും ജീവിതമായിട്ട് ബന്ധമുണ്ടാവും. ഇപ്പം അങ്ങനെ ഒന്നും ബന്ധമുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം മക്കൾക്ക് അച്ഛനമ്മമാര് ഒരു പേരുമില്ലാത്ത ശബ്ദങ്ങളാ പേരായിട്ടിട. ടിങ്കു, റിങ്കു, പിങ്കു. എന്താ അർത്ഥം? അറിയല. അതുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ ജീവിതമൊക്കെ ഒരു കഥയില്ലാത്ത അർത്ഥരഹിതമാകുന്ന ജീവിതമായി പോകുന്നത്. അതുകൊണ്ട് പേരും ആളും തമ്മിൽ ബന്ധമുണ്ടാവും. ധൃതരാഷ്ട്രർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതൊരാളാണോ രാഷ്ട്രത്തെ ധരിച്ചിരിക്കുന്നത് അവൻ ധൃതരാഷ്ട്രർ. ധരിക്കുക ഏതു ഭാഗം കൊണ്ടാണ്? ധാരണ ഏതു ഭാഗം കൊണ്ടാണ് നടത്തുക? ബുദ്ധി കൊണ്ടാണ് ധരിക്കുക. രാഷ്ട്രത്തെ തന്റെ ബുദ്ധിയിൽ ധരിച്ചിരിക്കുന്നവൻ. ബുദ്ധിയിൽ എന്താണുള്ളത്? ബോധം. രാഷ്ട്രത്തെ തന്റെ ബോധത്തിൽ ധരിച്ചിരിക്കുന്നവൻ ആരോ അവൻ ധൃതരാഷ്ട്രർ. ആരുടെ ബോധമാണോ രാഷ്ട്രത്തോളം വികസിച്ചിരിക്കുന്നത്, ആരുടെ ബോധമാണോ സർവവ്യാപിയായിരിക്കുന്നത്, അവൻ ധൃതരാഷ്ട്രർ. സർവവ്യാപിയായവൻ ധൃതരാഷ്ട്രർ. പക്ഷെ അദ്ദേഹം ജന്മനാ കുരുടനാണ്. എന്ന് പറഞ്ഞാൽ തന്റെ സർവവ്യാപിത്വം തിരിച്ചറിയാത്തവനാണ് ധൃതരാഷ്ട്രർ. അപ്പൊ അതാരാ? ഞാനും നിങ്ങളും. നമ്മള് സർവവ്യാപിയാണ്. നമ്മൾ ഓരോരുത്തരും സർവവ്യാപിയാണ്. അപ്പൊ ഒരുപാട് സർവവ്യാപികൾ ഉണ്ടാകുമോ? ഇല്ല. ഒരു ഇൻഫിനിറ്റിയേ ഉള്ളൂ, ഒരുപാട് ഇൻഫിനിറ്റികളില്ല. അപ്പൊ എങ്ങനെയാ നമ്മളെല്ലാം ഓരോ കേന്ദ്രമായി നിന്നുകൊണ്ട് ഓരോരുത്തരും സർവവ്യാപിയാവുകയാണെങ്കിൽ അതെങ്ങനെയാ ഒന്ന് മനസ്സിലാക്കുക? എളുപ്പം അത് മനസ്സിലാക്കാൻ. നമ്മളെ ഓരോരുത്തരെയും സെന്റർ പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഇൻഫിനിറ്റ് റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കൂ. എന്നെ സെന്ററായിട്ട് ഇൻഫിനിറ്റ് റേഡിയസിൽ ഒരു സർക്കിള്. നിങ്ങൾ ഓരോരുത്തരെയും സെന്ററാക്കി വെച്ചുകൊണ്ട് ഇൻഫിനിറ്റ് റേഡിയസിൽ ഓരോ സർക്കിൾ വരയ്ക്കൂ. എത്ര ഇൻഫിനിറ്റി ഉണ്ട് ഈ ലോകത്ത്? ഒരു ഇൻഫിനിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും സെന്ററാക്കിക്കൊണ്ട് ഇൻഫിനിറ്റ് റേഡിയസിൽ വൃത്തങ്ങൾ വരച്ചാൽ ഒറ്റ വൃത്തമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പലതാണ് എന്നത് വാസ്തവത്തിൽ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സർവവ്യാപികളാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? നമുക്ക് ആർക്കും അതറിയില്ല. പറഞ്ഞു തന്നാൽ മനസ്സിലാവുമോ? അതും ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജന്മനാ
അന്ധരാണ്. ആരാ അപ്പോൾ ഈ ധൃതരാഷ്ട്രര്? ഞാനും നിങ്ങളും. അപ്പൊ ആദ്യത്തെ ഒറ്റ ശ്ലോകമാണ് ഈ ധൃതരാഷ്ട്രരാകെ പറയണത്. ആ ശ്ലോകം വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റാമായിരുന്നു. ഗീതയ്ക്കുള്ള പല വ്യാഖ്യാനങ്ങളും 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽക്കാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അല്ലാത്ത വ്യാഖ്യാനങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് പരിചിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലതും 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽക്കുള്ളതാണ് എന്നുള്ളത് കൊണ്ട് 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ ഗീത എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഭഗവാൻ ഗീത, ഭഗവാൻ കൃഷ്ണൻ ഒരു വാക്കുപോലും ഉരിയാടാത്ത 1-ാമത്തെ അധ്യായത്തെ എന്തിനാണ് ഗീതയുടെ ഭാഗമാക്കി വെച്ചത്? ഗീതാപർവം എന്ന് വിളിക്കപ്പെടുന്ന അനുപർവത്തിൽ ഭാരതത്തിൽ 18 അധ്യായങ്ങൾ മാത്രമല്ല ഉള്ളത്. 18-ൽ കൂടുതൽ അധ്യായങ്ങളുണ്ടെങ്കിലും ആ 18-ൽ കൂടുതൽ അധ്യായങ്ങളുള്ള ഗീതാപർവത്തിൽ നിന്ന് ഈ 18 അധ്യായങ്ങളെ മാത്രം സെലക്ട് ചെയ്തപ്പോൾ അതിലെന്തിനാണ് ധൃതരാഷ്ട്രരുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വെച്ചത്? ഒരൊറ്റ ശ്ലോകം അവതരിപ്പിക്കുവാൻ മാത്രം ഗീതാ സ്റ്റേജിൽ വന്ന് ആ ശ്ലോകം അവതരിപ്പിച്ച് പിൻവാങ്ങുന്ന ധൃതരാഷ്ട്രരുടെ അവതരണത്തിലൂടെ ഗീതയുടെ സത്ത വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് 1-ാമത്തെ അധ്യായം മനസ്സിൽ ആയില്ല എന്നുണ്ടെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ കേട്ടു തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ ഉറപ്പ്? ഗീത കേൾക്കുന്നവരല്ലേ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം. വല്ല മാറ്റവും ഉണ്ടോ? ബസ്സിൽ കയറുന്നവര്, ജോലിക്ക് പോകുന്നവര്, അങ്ങനെ എല്ലാ ആൾക്കാരും ഗീത കേൾക്കുന്നവരല്ലേ? ഒരു മാറ്റം ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ അധ്യായവും മനസ്സിലാകണം. ഇത് നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധവും മനസ്സിലാകണം. ഇത് എന്നോടും നിങ്ങളോടും പറയുന്നതാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുള്ളത് മാത്രമേ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എങ്ങാണ്ടോ ഒരിടത്ത് ആർക്കോ ഒരാൾക്ക് സംഭവിച്ച കഥകളൊക്കെ കേട്ടാൽ പുണ്യം കിട്ടുമെന്നുള്ളത് കൊണ്ട് കേൾക്കുന്നതായിരിക്കാം ആൾക്കാർ. അതുകൊണ്ടായിരിക്കാം ഒരു മാറ്റവും മനുഷ്യരിൽ ഉണ്ടാകാത്തത്. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രം ഒരു ശ്ലോകം ഉരിയാടാൻ മാത്രം രംഗത്ത് വന്ന് അണിയറയിലേക്ക് പിന്മാറുന്ന ധൃതരാഷ്ട്രർ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ശ്ലോകം. ആ ശ്ലോകം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗീത കാശ്മീര പാഠമാണ്. ഗീതയ്ക്ക് ഗീതാമാനമനുസരിച്ച് മഹാഭാരതത്തില് ഗീതാമാനം അവതരിപ്പിക്കുന്നു ഭീഷ്മപർവത്തിൽ. അതിൽ 745 ശ്ലോകങ്ങൾ വേണം ഗീതയ്ക്ക് ശരിക്കും. പക്ഷെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രചാരത്തിലുള്ള ഗീതയിൽ 700 മുതൽ 701 ശ്ലോകങ്ങൾ വരെ ഉള്ളൂ. 700-701 ശ്ലോകങ്ങളേ ഉള്ളൂ. കാശ്മീര വേർഷൻ, കാശ്മീര പാഠത്തിൽ 716ഓളം ശ്ലോകങ്ങളുണ്ട്. അതിലെ പല ശ്ലോകങ്ങളും പ്രചാരത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് കാശ്മീര പാഠമാണ് ഞാൻ അവലംബിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേട്ട ശ്ലോകങ്ങളിൽ നിന്ന് ലേശം വ്യത്യാസമുണ്ടാകും. കേൾക്കുന്ന ശ്ലോകങ്ങൾക്ക് അർത്ഥത്തിനും വ്യത്യാസമുണ്ടാകും. നമ്മൾ കേട്ടതുപോലെയല്ല നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കാരണം അഭിനവഗുപ്തപാദരുടെ ഗീതാർത്ഥ സംഗ്രഹം എന്ന ഭാഷ്യത്തെ അവലംബിച്ചാണ് ഗീതയെ ഞാൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കേട്ട ഗീതയായിരിക്കണം എന്നില്ല കേൾക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് കേൾക്കാതിരിക്കരുത്. കേട്ടു നോക്കുന്നതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കേൾക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ധൃതരാഷ്ട്രരാണ് പറയുന്നത്, ഞാനും നിങ്ങളുമാണ് പറയുന്നത്. എന്താ നമ്മൾ പറയണത്? ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ സർവക്ഷത്ര സമാഗമേ. പ്രചാരത്തിലുള്ള പാഠത്തില് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ സമവേതായുയുത്സവ എന്നാണ്. കാശ്മീര പാഠത്തില് സർവക്ഷത്ര സമാഗമേ മാമകാഹ് പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അകുർവത എന്നുള്ളത് ഭൂതകാലമാണ്. വർത്തമാനകാലമോ ഭാവിയോ അല്ല. പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ച പദമാണത്. അകുർവത പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ അവരെന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഗീത ലൈവ് റെക്കോർഡിംഗ് അല്ല, ഗീത ടെലികാസ്റ്റഡ് അല്ല, റെക്കോർഡഡ് ടെലികാസ്റ്റ് ആണ്. ലൈവ് റെക്കോർഡിംഗ് അല്ല, ലൈവ് ടെലികാസ്റ്റ് അല്ല, റെക്കോർഡഡ് ടെലികാസ്റ്റ് ആണ്. അതുകൊണ്ട് ഗീത ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി, മാമകാഹ് പാണ്ഡവാശ്ചൈവ കിമപൂർവത സഞ്ചിത. എൻ്റെ ആൾക്കാരും പാണ്ഡുവിൻ്റെ ആൾക്കാരും
ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ അല്ലയോ സഞ്ജയ, യുദ്ധോത്സുകരായി സമാഹിതരായിരിക്കുന്ന സർവക്ഷത്രിയന്മാരുടെയും ഇടയിൽ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്ന അവരുടെ ഇടയിൽ എന്റെ ആൾക്കാരും പാണ്ഡുവിന്റെ ആൾക്കാരും എന്ത് ചെയ്തു സഞ്ജയ? ഇത് കേട്ടാ തോന്നും പാണ്ഡു എന്ന് പറയുന്നയാൾ അയൽ രാജ്യത്തിന്റെ രാജാവാണ്. അയൽ രാജ്യത്തിന്റെ രാജാവിന്റെ മക്കളും എന്റെ രാജ്യത്തിന്റെ രാജാവായ ഞാൻ, എന്റെ മക്കളും തമ്മിൽ എന്ത് ചെയ്തു എന്നാണ് തോന്നുക. അല്ല. ആരാണ് ഈ പാണ്ഡുവിന്റെ മക്കള്? സ്വന്തം അനിയന്റെ മക്കളാ. ധൃതരാഷ്ട്രരുടെ അനുജന്റെ മക്കളാണ് പാണ്ഡവര്. ധൃതരാഷ്ട്രരും പാണ്ഡുവും ഒരച്ഛന്റെ മക്കളാണ്, രണ്ടച്ഛന്മാരുടെ മക്കളല്ല. വ്യാസഭഗവാൻ ഉണ്ടായതാണ് ഇവർ രണ്ടുപേരും. വ്യാസഭഗവാൻ ഉണ്ടായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ട് ആർക്കുണ്ടായി എന്നുള്ളതല്ല, ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, പാണ്ഡുവിന്റെ, കേട്ടാ തോന്നും ഏതോ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആരെയോ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ്. സ്വന്തം അനിയന്റെ മക്കളെ കുറിച്ചാണ് ഈ പറയണത്. ഈ സ്വന്തം അനിയന്റെ മക്കള് എവിടെയാ വളർന്നത്? ബോർഡിംഗ് സ്കൂളിലാണോ വളർന്നത്? അല്ല, ഹസ്തിനാപുരിയിലാണ് വളർന്നത്. ഇവരെ പഠിപ്പിച്ചതൊക്കെ ആരായിരുന്നു? സ്വന്തം മക്കളെ പഠിപ്പിച്ച അതേ അധ്യാപകർ തന്നെയാണ് പാണ്ഡുവിന്റെ മക്കളെയും പഠിപ്പിച്ചത്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് സെയിം ആണ്, പേരന്റൽ ബാക്ക്ഗ്രൗണ്ട് സെയിം ആണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് സെയിം ആണ്. ശരിക്കും എന്റേത് എന്നുള്ളതിൽ ഉൾപ്പെടേണ്ടവരാണ് പാണ്ഡവര്. പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും കൗരവരാണ്. കുരുവംശത്തിൽ പിറന്നവരാണ് ധാർത്തരാഷ്ട്രന്മാര്, മാത്രമല്ല കൗരവര്. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ധൃതരാഷ്ട്രരെ കൊണ്ട് കൗരവരും പാണ്ഡവരും എന്ത് ചെയ്തു എന്ന് ചോദിപ്പിക്കാതിരുന്നത്. മാമകാഹ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിപ്പിക്കുവാനുള്ള കാരണം പാണ്ഡവരും കൗരവരാണ്, കുരുവംശജരാണ്, ധൃതരാഷ്ട്രരുടെ എന്റേതിൽ പെടേണ്ടതാണ്. എന്റെ സ്വന്തം അനിയന്റെ മക്കള് എന്റെ മക്കളെ പോലെ തന്നെയാണ്. അച്ഛനില്ലാതെയാണ് അവർ വളർന്നത്. അവർക്ക് അച്ഛനായിരുന്നു ധൃതരാഷ്ട്രർ. അവർക്ക് അച്ഛനായിരുന്നു ധൃതരാഷ്ട്രർ, പിതാമഹനായിരുന്നു ഭീഷ്മ പിതാമഹൻ, ആചാര്യനായിരുന്നു ദ്രോണാദികൾ. പക്ഷേ എന്റേതാണെന്നു കരുതേണ്ടതിൽ ചിലതിനെ മാത്രം എന്റേതാണെന്ന് കരുതുന്നത് കൊണ്ടാണ് സർവവ്യാപിയായിരിക്കുന്ന ധൃതരാഷ്ട്രര് ജന്മനാ അന്ധനായിരിക്കുന്നത്. ആരെ പോലെ? നമ്മളെ പോലെ. ഈ ലോകം മുഴുവനും നമ്മുടേതാണ്. ഇവിടെയുള്ളതെല്ലാം കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമായിട്ടുള്ള ലോകം. ആലോകയതേ ഇതി ലോക, ഇന്ദ്രിയങ്ങളാൽ ആലോകനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ലോകം. ആ ലോകം മുഴുവനും എന്റേതാണ്, ഞാനാണെന്നിരിക്കെ ഇതിൽ ചിലതു മാത്രം എന്റേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യൻ ധൃതരാഷ്ട്രര്. ഇത് മുഴുവനും. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ ഭഗവാനോട് അപേക്ഷിച്ചത് ആനന്ദ ചിന്മയാഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണം ഇഹ, തോന്നുന്നതാകിൽ അഖിലവും ഞാനെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഇത് മുഴുവനും ഞാനാണെന്ന് തോന്നണം. ഇത് മുഴുവനും ഞാനാണ്, ഇത് മുഴുവനും എന്റേതാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കേണ്ടിയിരിക്കുന്ന മനുഷ്യർ ഇതിൽ ചിലതു മാത്രം എന്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചു വളച്ചു കെട്ടുമ്പോൾ അപ്പോൾ മുതൽ ലോകത്തിൽ സംഭവിക്കുന്നതാണ് യുദ്ധം. യുദ്ധം രാജ്യാന്തരങ്ങൾ തമ്മിൽ നടത്തുന്നതല്ല. യുദ്ധമാണ് സത്യം, സമാധാനം മിഥ്യയാണ്. രണ്ട് യുദ്ധങ്ങൾ തമ്മിലുള്ള താത്കാലികമായ ശാന്തതയാണ് മനുഷ്യൻ സമാധാനം എന്ന് വിളിക്കുന്നത്. യുദ്ധങ്ങളാണ് സത്യം, സമാധാനം മിഥ്യയാണ്. എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്? മമത്വത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്. ഇത് മുഴുവനും എന്റേതാണ് എന്ന് തിരിച്ചറിയേണ്ടുന്ന മനുഷ്യൻ, ഇത് മുഴുവൻ എല്ലാവർക്കുമുള്ളതാണ്, എല്ലാവരും എന്റേതാണ്, ഞാനാണെന്ന് തിരിച്ചറിയേണ്ടുന്ന മനുഷ്യൻ, അവൻ ജന്മനാ അന്ധനായതുകൊണ്ട്, ധൃതരാഷ്ട്രരായതുകൊണ്ട് അതിൽ ചിലതു മാത്രം തൻ്റേതാണ് എന്ന് തീരുമാനിക്കുന്നതോടുകൂടി ഈ ലോകത്ത് സംഘർഷം, യുദ്ധം മുട്ടിടുന്നു. യുദ്ധം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. യുദ്ധമുണ്ടാകുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൊണ്ടല്ല. യുദ്ധമുണ്ടാകുന്നത് സ്വാർത്ഥതയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ്, ധൃതരാഷ്ട്രന്മാരുള്ളത് കൊണ്ടാണ്, ഞാനും നിങ്ങളും ഉള്ളത് കൊണ്ടാണ്.
നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിമിറ്റേഷൻസ് ആണ് സംഘർഷത്തിന് കാരണം. എന്റേത്, എനിക്കുള്ളത്, ഞാൻ, ഇത് മൂന്നും കൂടി ചേർന്നതാണ് മമത്വം. മമത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ? എന്റേതല്ലാത്തതിനെ എന്റേതാക്കാനും എന്റേതായിട്ടുള്ളത് അല്ലാത്തതാകാതിരിക്കാനും, എന്റേതല്ലാത്തത് എന്റേതാകാനും എന്റേതായിട്ടുള്ളത് എന്റേതായിട്ട് തന്നെ നിലനിർത്തുവാനും നമ്മൾ നടത്തുന്ന ശ്രമമാണ് ഈ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങൾക്കും കാരണം. അത് രാജ്യങ്ങൾ മാത്രം തമ്മിലുള്ള യുദ്ധം അല്ല. വീട്ടിൽ നിന്നേ തുടങ്ങും. ചേട്ടാനിയന്മാരും ചേട്ടനും അനിയത്തിയും ഒക്കെ തമ്മിൽ ഇതെന്റേതാണ്, അല്ല നിന്റേതാണ് എന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ തുടങ്ങുന്ന വഴക്കിന്റെ ഒരു വലിയ പതിപ്പ് മാത്രമാണ് യുദ്ധം. അല്ലാണ്ട് യുദ്ധം ഒരു അതിർത്തികളിൽ രണ്ട് രാജ്യങ്ങൾ നടത്തുന്നതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിത്യവും നടമാടുന്ന യുദ്ധത്തിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മയാണ്. എല്ലാ വീടുകളിലും നടക്കുന്ന സംഘർഷങ്ങളെ ഒരുമിപ്പിച്ചാൽ അതാണ് ബാഹ്യമായി നടക്കുന്ന യുദ്ധം. നമ്മുടെ സ്വത്തുക്കള്, നമ്മുടെ തറവാട്, നമ്മുടെ ജാതി, നമ്മുടെ മതം, ഇതെല്ലാം സങ്കുചിതമാണ്. സങ്കുചിതമായതെല്ലാം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സംഘർഷമുണ്ടാകും. അതുകൊണ്ടാണ് അതിർത്തി തർക്കങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ അനിയനെതിരെയും ചേച്ചി അനിയത്തിക്കെതിരെയും കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്നത്. ഇതൊക്കെ സ്വാർത്ഥത കാരണമാണ്, ഈ ലിമിറ്റേഷൻ കാരണമാണ്. നമ്മുടെ ലിമിറ്റഡ് കോൺഷ്യസ്നസ്, അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. നമ്മൾ ഏറ്റവും വലുതായി കൊട്ടിഘോഷിക്കുന്ന രാജ്യസ്നേഹം പോലും ലിമിറ്റഡാണ്. അത് മൃഗീയമാണ്. രാജ്യസ്നേഹം കൊട്ടിഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം എല്ലാ രാജ്യങ്ങളിലുള്ള പൗരന്മാർക്കും അവരുടെ രാജ്യത്തോട് തോന്നുന്ന മമത മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തോടും തോന്നുന്നത് എന്നുള്ളത് കൊണ്ട് അത് മൃഗീയമാണ്. കേൾക്കുമ്പോൾ ഒരു വിഷമം വരും. മൃഗീയം എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കേണ്ട, മൃഗങ്ങൾക്കാണ് വിഷമം തോന്നേണ്ടത്, നമുക്കല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും കാണുമ്പോൾ മൃഗങ്ങൾക്ക് കൈയില്ലാത്തത് കൊണ്ട് പാവങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് വയ്ക്കാത്തതാണ്. കാരണം മൃഗീയം എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലുമല്ല പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ മൃഗമാണ് എന്നാദ്യം പറഞ്ഞത് ഞാനുമല്ല. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹരോട് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വെച്ച് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, കിം ജപൻ മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. എന്നൊന്ന് ജപിച്ചാലാണോ ജന്തുക്കൾക്ക് സംസാര ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടാവുക? അത് ഉപദേശിച്ച് തന്നാലും എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കൊടുത്തതാണ് എന്ന് വൈകിട്ട് നമ്മൾ ചൊല്ലുന്ന വിശ്വം വിഷ്ണുർവഷട്കാരോ എന്ന വിഷ്ണു സഹസ്രനാമം ജന്തുക്കൾക്ക് ജപിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജപിക്കുന്ന ജന്തുക്കൾ മനുഷ്യർ മാത്രമേ ഉള്ളൂ. അവിടെ 6 മണിയായാൽ പാറ്റകളും പല്ലികളും പറവകളും ഒന്നും ജപിക്കാറില്ല. ഈ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ജപിക്കുന്ന ജന്തുക്കളായ നമ്മളെല്ലാം മൃഗങ്ങളാണ്. മൃഗീയം എന്ന് കേൾക്കുമ്പം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വാസ്തവമാണ്. മൃഗീയം എന്ന് വിളിക്കാൻ എന്താ കാര്യം? ടെറിറ്റോറിയൽ കോൺസെപ്റ്റ്, അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒത്തൊരുമയ്ക്ക് പേര് കേട്ട കാക്കക്കൂട്ടങ്ങൾ, ആ കാക്കക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കാക്കയെ കല്ലെടുത്തെറിഞ്ഞാൽ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കും. അതിലേതെങ്കിലും ഒരു കാക്കയ്ക്ക് വല്ലായ്മ വന്നാൽ കൂട്ടമായി ചെന്ന് ശുശ്രൂഷിക്കും. ഒത്തൊരുമയ്ക്ക് പേര് കേട്ട കാക്കക്കൂട്ടത്തിനകത്തേക്ക് മറ്റൊരു കാക്കക്കൂട്ടത്തിൽ നിന്നൊരു കാക്കയെങ്ങാനും വന്നാൽ കൊത്തിക്കൊല്ലും, അല്ലെങ്കിൽ ആട്ടിപ്പായിക്കും. ഇതേപോലെ തന്നെയാണ് കുരങ്ങന്മാരും, ഇതേപോലെ തന്നെയാണ് നായ്ക്കളും, ഇതേപോലെ ടെറിട്ടോറിയൽ ബോധമുള്ളവരാണ് ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും മനുഷ്യനും. അതുകൊണ്ടാണ് മനുഷ്യൻ മുള്ളുവേലിയൊക്കെ കെട്ടി ഭൂമിക്ക് പേരിട്ട് അതിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറിയാൽ അവനെ വെടിവെച്ചു കൊല്ലും. ഇവിടുന്ന് ആരെങ്കിലും അപ്പുറത്തേക്ക് നുഴഞ്ഞു കയറിയാൽ അവനും വെടിവെച്ചു കൊല്ലും. എത്രത്തോളം ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നുവോ അത്രത്തോളം വിവിധ നിറങ്ങൾ അവന്റെ മാറ് അലങ്കരിക്കും. അതൊക്കെ സ്വാർത്ഥതയാണ്. ഈ യുദ്ധങ്ങൾക്കെല്ലാം കാരണം ലിമിറ്റേഷനാണ്. ഇത് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു, വസുധൈവ കുടുംബകം, ഈ ലോകം മുഴുവനും നമ്മുടെ കുടുംബമാണ് എന്ന്. കവി പാടി, ലോകമേ തറവാട് തനിക്കീ പുൽകളും പൂക്കളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ശങ്കരഭഗവത് പാരതര അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ പാടി, മാതാമേ പാർവതീദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ
ഭുവനത്രയം, ഈ ലോകം മുഴുവനും എന്റെയാണ്. ഈ ലോകത്തുള്ള സകല ആൾക്കാരും എന്റെ തറവാട്ടിലെ അംഗങ്ങളാണ്, എന്റെ ആൾക്കാരാണ്, ഞാനാണ് എന്ന് ധരിക്കേണ്ടതിന് പകരം ഈ വിസ്തൃതമായ ഭൂമിയിൽ, ഇട്ടാവട്ട ഭൂമി എന്റേതാണ്, ഈ ജനങ്ങൾ മുഴുവനും എന്റേതാണെന്ന് ധരിക്കേണ്ടതിന് പകരം ഇതിൽ ചിലരു മാത്രം എന്റേതാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ലോകത്ത് യുദ്ധം നിലനിൽക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ലോകമുണ്ടായ കാലം മുതൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം മോശമാണെന്ന് പറയരുത്. അപ്പോഴാണ് ഈ യുദ്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് ഗീത വ്യാഖ്യാനിക്കുകയും ഗീത മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ. അവരാണ് ഏറ്റവും റാഷണലായി തിങ്ക് ചെയ്യുന്നത്, അവരാണ് ഏറ്റവും ശരിയായി ചിന്തിക്കുന്നത്. അവർ പറയുന്നു ഗീത പഠിക്കരുത്, കാരണം ഗീത യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ്. യുദ്ധക്കളത്തിൽ തളർന്നിരുന്ന അർജുനനെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും യുദ്ധം ചെയ്തതിലൂടെ കൊടും കുരുതിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നടത്തിയത്. യുദ്ധത്തിൽ 7 പേര് മാത്രമാണ് 18 അക്ഷൗഹിണികൾ പങ്കെടുത്ത ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. പഞ്ചപാണ്ഡവർ 5 പേര്, ശ്രീകൃഷ്ണൻ, സാത്യകി, അശ്വത്ഥാമാവ്, പാണ്ഡവർ 5 പേര്, ശ്രീകൃഷ്ണ ഭഗവാൻ, കൃപര്, അശ്വത്ഥാമാവ്, സാത്യകൻ, കൃതവർമാവ്, 10 പേര്. 10 പേരാണ് ആകെ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും അധികം കൂട്ടക്കുരുതിക്കിടയാക്കിയ, യുദ്ധത്തിന് പ്രേരിപ്പിച്ച ഗ്രന്ഥം പഠിപ്പിക്കാൻ പാടില്ല, പറ്റിയാ നിരോധിക്കണം. അവരോടൊരു ചോദ്യം. ഗീത പ്രചാരത്തിൽ വന്നതിന് ശേഷം യുദ്ധം ചെയ്യാൻ അർജുനനെ മിക്കവാറും എല്ലാ അധ്യായങ്ങളിലൂടെയും പ്രേരിപ്പിക്കുന്ന ഗീത പ്രചാരത്തിൽ വന്നതിന് ശേഷം ഗീതയെ ആസ്പദമാക്കിയിട്ട് ഈ ലോകത്ത് എത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഗീത പ്രചരിച്ചതിന് ശേഷം ഗീതയെ ആസ്പദമാക്കിയിട്ട് ഈ ലോകത്ത് എന്റെ പരിമിതമായ ചരിത്രാവബോധത്തിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കും, ഒരൊറ്റ യുദ്ധം പോലും നടന്നിട്ടില്ല. ഗീതയെ ആസ്പദമാക്കിയിട്ട് ഇവിടെ യുദ്ധങ്ങൾ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അഹിംസാവാദിയായിട്ടുള്ള മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് സംശയം വരുമ്പോഴെല്ലാം അദ്ദേഹം റെഫർ ചെയ്യാനും ഗൈഡ് ചെയ്യാനും സമീപിച്ചിരുന്ന പുസ്തകം ഗീതയാണ് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വിപ്ലവകാരിയായിരുന്ന അരവിന്ദ ഘോഷ് ആധ്യാത്മികവാദിയായി ലോകത്തിന് സംഭാവന ചെയ്തതിന് ഇടയാക്കിയത് ഭഗവത്ഗീത എന്ന ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിനോഭാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രന്ഥമായിരുന്നു ഭഗവത്ഗീത. ലോകത്ത് ഒരുപാട് പേർക്ക് ക്രിയാത്മകമായ മാറ്റം വരുത്തുവാൻ സഹായിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ ആസ്പദമാക്കിയിട്ട് ഇന്നുവരെ ഒരു യുദ്ധവും നടന്നിട്ടില്ല എന്ന് വാസ്തവം നിലനിൽക്കെ ഗീത പഠിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. യുദ്ധം മഹാമോശമാണത്രേ. യുദ്ധത്തിൽ മനുഷ്യരെ കൊല്ലുമത്രേ. ഒരുപാട് പേരെ കൂട്ടക്കുരുതിക്കിടയാക്കും. മോശമാണ്, യുദ്ധം മോശമാണ്, കൊല്ലാൻ പാടില്ല. കൊല്ലാൻ ഇടയാക്കിയത് എന്താ? ഇത്രയധികം ആൾക്കാരെ ഒറ്റയടിക്ക് കൊല്ലാൻ ഇടയാക്കിയത് ഭഗവത്ഗീതയല്ല, ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. ആധുനിക ശാസ്ത്ര ഗവേഷണത്തിലൂടെ മനുഷ്യൻ കണ്ടുപിടിച്ച യുദ്ധോപകരണങ്ങളാണ് ഇവിടെ കോടാനുകോടി മനുഷ്യരുടെ കുരുതിക്കിടയാക്കിയത്, ഭഗവത്ഗീതയല്ല. AK-47 കണ്ടുപിടിച്ചത് ചിക്കുൻകുനിയ പിടിക്കാതിരിക്കാൻ കൊതുകിനെ കൊല്ലാനല്ല. AK-47 കണ്ടുപിടിച്ചത് മനുഷ്യനെ കൊല്ലാനാണ്. മനുഷ്യനെ കൊല്ലാനാണ് ഈ ദീർഘദൂര മിസൈലുകളും ഒക്കെ വിടുന്നത്. ഈ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വാദിക്കുന്ന മഹാരഥന്മാർക്ക് ശാസ്ത്ര ഗവേഷണം നിരോധിക്കേണ്ടതാണ് എന്ന് പറയുവാനുള്ള മനുഷ്യ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന റാഷണലായി ജീവിക്കുന്ന അവർക്ക് ധൈര്യമുണ്ടാകുമോ? ആധുനിക ശാസ്ത്ര അവരേറ്റവും അധികം ഓമനിച്ച് ലാളിച്ച് കൊണ്ട് നടക്കുന്ന ശാസ്ത്രം, ഫിസിക്സ് പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു, ബയോളജി പറഞ്ഞു, മോളിക്കുലാർ ബയോളജി പറഞ്ഞു, സെല്ലുലാർ ബയോളജിസ്റ്റ് പറഞ്ഞു, ആസ്ട്രോഫിസിക്സ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന അവരുടെ ശാസ്ത്രത്തിന്റെ ഗവേഷണമാണ് ഈ കൂട്ടക്കുരുതികൾക്കിടയാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം, ശാസ്ത്ര ഗവേഷണം വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം അവർക്കുണ്ടാകുമോ?
സമാധാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിലല്ലേ ഇന്നുവരെ ലോകത്ത് നടന്നിട്ടുള്ള സകല കൂട്ടക്കുരുതികളും? ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിട്ടുള്ളത് സമാധാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ഇന്നും കൂട്ടക്കുരുതികൾ നടക്കുന്നത് സമാധാനത്തിന്റെ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ ധൈര്യമുണ്ടോ ഈ ഗ്രന്ഥങ്ങൾ ഈ നാട്ടിൽ നിന്ന് തുരത്തേണ്ടതാണ് എന്ന് പറയാൻ? അങ്ങനെ പറഞ്ഞാൽ മതേതരവാദിയല്ലാണ്ടേയാകും. നമ്മൾ ഒരു വാദി അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം. നമ്മൾ ഒരു വാദിയുമല്ല, ഒരു വാദത്തിന്റെയും ആളല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെന്താ ഈ ഗീതയോട് ഇത്ര ദേഷ്യം? ഇതെങ്ങാനും സത്യസന്ധമായിട്ട് ആരെങ്കിലും വായിച്ചു പോയാൽ അവർ മാറിപ്പോയാലോ എന്ന് വിചാരിച്ച് മനുഷ്യൻ നന്നാകരുത് എന്നുറപ്പുള്ള മനുഷ്യർ ഉച്ചൈസ്വരം ഘോഷിക്കുകയാണ്. ഇത് പഠിക്കരുത്, ഇത് വായിക്കരുത്, ഇത് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്, ഇതരുതേ എന്ന് പറയുന്നത്. അതിന് ചെവി കൊടുക്കാതിരിക്കുക, ഗീത പഠിക്കുക, മാറ്റങ്ങൾക്ക് വിധേയരാവുക. ഈ മമത്വമുള്ളിടത്തോളം കാലം യുദ്ധമെന്ന സത്യം ഉണ്ടാകും. അതില്ലാതെയാകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഇത് മുഴുവനും ഞാൻ തന്നെയാണ്, എൻ്റേതാണ്, എനിക്കുള്ളതാണെന്ന് തിരിച്ചറിയുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നുള്ളത് കൊണ്ട് മമതയുള്ള മനുഷ്യരുടെ ചേഷ്ടകളാണ് ഭൂമിയെ സംഘർഷഭരിതവും അസന്തുലിതവുമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധൃതരാഷ്ട്രരുടെ വാക്കുകൾ ഗീതാപഠനത്തിന് അമൂല്യമായതാണ്. ആ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഗീതയിലെ കഥാതന്തു വെളിപ്പെടുത്തുന്നു ധൃതരാഷ്ട്രർ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സർവക്ഷത്ര സമാഗമേ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഒറ്റ ശ്ലോകം കഴിഞ്ഞു. ഇനി ധൃതരാഷ്ട്രർക്ക് ഗീതയിൽ റോളില്ല. ഇനിയുള്ളത് മുഴുവൻ സഞ്ജയനും ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും മാത്രമാണ്. ഒറ്റ ശ്ലോകത്തിലൂടെ, ഒറ്റ ശ്ലോകം മൊഴിയുവാൻ മാത്രം രംഗവേദിയിലേക്ക് വന്ന് അത് മൊഴിയുന്നതിലൂടെ ഇനി പറയാൻ പോകുന്നതിന്റെ മുഴുവൻ സത്തയെയും വെളിപ്പെടുത്തി ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ, കുരു എന്ന വാക്കിന് കരണം ചെയ്യാനുള്ളത് എന്നർത്ഥം, കർമ്മം ചെയ്യാനുള്ളത് എന്നർത്ഥം. അത് ശരീരം. ഈ ശരീരത്തിലാണ് പരമമായ ധർമ്മത്തെ പ്രാപിക്കുവാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ട് ശരീരമാകുന്ന ധർമ്മക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് എന്റേതും എന്റേതല്ലാത്തവരും തമ്മിൽ എന്ത് നടന്നു എന്നും കൂടിയാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടക്കുന്ന സംഘർഷത്തെ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് ഭഗവാൻ വ്യാസൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴെല്ലാം നമ്മളെ പറ്റിയും നമുക്ക് വേണ്ടിയുമാണിത് പറയുന്നത് എന്ന രീതിയിൽ വേണം ഗീത കേൾക്കാൻ. സഞ്ജയൻ ഗീത തുടങ്ങാൻ പോവുകയാണ്. സഞ്ജയൻ തുടങ്ങുന്ന വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൃഷ്ടുവാതു പാണ്ഡവാനീകം. അദ്ദേഹം പറയുന്നത് കണ്ടിട്ട് എന്നാണ്. ഇതിൽ ഒരുപാട്, ഒന്നാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാണലുകളുണ്ട്. ദുര്യോധനന്റെ കാണലുണ്ട്, ശ്രീകൃഷ്ണന്റെ കാട്ടിക്കൊടുക്കലുണ്ട്, അർജുനന്റെ കാണലും ഉണ്ട്. ഇവരുടെ കാണലിന് ദൃഷ്ട്വാ പശ്യൈതാം എന്ന പദങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. കാണുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ അറിയുന്നത്, അനുഭവിക്കുന്നത് എന്നർത്ഥം. മാമകാഹ് എന്നുള്ള വാക്കാണ് ആദ്യം ഉച്ചരിച്ചത് എന്നുള്ളത് കൊണ്ട് ആദ്യം ധാർത്തരാഷ്ട്രന്മാരുടെ കാര്യം പറയാൻ ഒരുമ്പെടുകയാണ് സഞ്ജയൻ. പാണ്ഡവാഹ് എന്നുള്ള പദമായിരുന്നു ആദ്യം ഉച്ചരിച്ചത് എങ്കിൽ പാണ്ഡവരുടെ കഥ പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും പാണ്ഡവരെ അല്ല ആദ്യം ഉച്ചരിക്കുക, എൻ്റെ ആൾക്കാരെ കുറിച്ച് ആദ്യം ചോദിക്കുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുക മോനെ നിനക്കെത്രയുണ്ടെന്നാണ്. അത് കഴിഞ്ഞിട്ടേ അയൽവക്കക്കാരൻ്റെ മോൻ്റെ ചോദിക്കുകയുള്ളൂ. മനുഷ്യ സഹജമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് മാമകാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം അതിനെ ഉത്തരം പറയുകയാണ്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം, പാണ്ഡവരാൽ ചമയ്ക്കപ്പെട്ട സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനൻ തന്റെ രഥത്തിൽ നിന്നിറങ്ങി ദ്രോണരുടെ അടുത്തേക്ക് ചെന്നു. ദ്രോണര് എവിടെയാ നിൽക്കുന്നത്? ഭീഷ്മ പിതാമഹന്റെ അടുത്ത്. ഭീഷ്മ പിതാമഹന്റെയും ദ്രോണരുടെയും ഇടയിലേക്കായി ചെന്ന് നിന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാ അങ്ങനെ മനസ്സിലാക്കുന്നത്? ദ്രോണരോട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് ഭീഷ്മര് ശംഖ് വിളിക്കുന്നതായിട്ട് ഗീതയിൽ പറയുന്നുണ്ട്. തസ്യ
സഞ്ജനയൻ ഹർഷം എന്ന് ഭഗവാൻ വ്യാസൻ പറയുന്നുണ്ട്. അപ്പോൾ ദുര്യോധനന് സന്തോഷമുണ്ടാകാൻ വേണ്ടി ശംഖൂതിയെങ്കിൽ ദുര്യോധനന് സന്തോഷമുണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഭീഷ്മര്. അത് മനസ്സിലാക്കണമെങ്കിൽ ദുര്യോധനൻ ദ്രോണരോട് പറയുന്ന ചില കാര്യങ്ങൾ ഭീഷ്മര് കേട്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് ദ്രോണരുടെയും ഭീഷ്മരുടെയും ഇടയിലേക്കായിട്ട് ദുര്യോധനൻ വന്ന് നിൽക്കണം. ആ സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഗീതയിലെ ആ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ വേണമെങ്കിലും വ്യാസഭഗവാന് ദുര്യോധനനെ കൊണ്ട് നിർത്താമായിരുന്നിട്ടും അവിടെ കൃത്യമായിട്ട് കൊണ്ട് നിർത്തിയതിന് ഒരു കാരണമുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാകും. അവിടെ ഭീഷ്മരുടെയും ദ്രോണരുടെയും മധ്യത്തിലേക്ക്, ദ്രോണരുടെ അടുത്തേക്ക് ദുര്യോധനൻ ചെന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? പശ്യൈതാം പാണ്ഡുപുത്രാണം. രണ്ടാമത്തെ കാഴ്ച. കണ്ടാലും പാണ്ഡുപുത്രന്മാരുടെ ആചാര്യ. അതിന് ആ വാക്കുകൾ ഇത് മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ ഈ സമയം സാധ്യമല്ല എന്നുണ്ടെങ്കിലും ചിലത് പറയാതെ പോയാലും ശരിയാവില്ല. അപ്പം പറയുന്നതിൽ കൂടുതൽ പറയാൻ ബാക്കി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നാളെ നിർത്തുക എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും പറയാതെ പോയാൽ അതൊരു അഭംഗിയാവും. ഈ വാക്കുകളുടെ അർത്ഥം 2, 3, 4 അർത്ഥതലങ്ങളെ ഒരുമിപ്പിച്ച് ദ്യോതിപ്പിക്കുകയാണ് ഭഗവാൻ വ്യാസൻ. അർജുനന്റെ ആവനാഴിയിലിരിക്കുന്ന അമ്പുകൾ പോലെ. ആവനാഴിയിലിരിക്കുമ്പോൾ അതൊന്നാണ്, പുറത്തേക്കെടുക്കുമ്പോൾ അത് 10 ആകും, വില്ലിൽ വെക്കുമ്പോൾ അത് 100 ആകും, തൊടുക്കുമ്പോൾ അത് 1000, വലിക്കുമ്പോൾ അത് 1000 ആകും, തൊടുക്കുമ്പോൾ അത് 10,000 ആകും. വ്യാസഭഗവാന്റെ വാക്കുകൾക്ക് അനവധി അർത്ഥതലങ്ങളാണുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. വളരെ ഇന്നസെന്റ് ആയിട്ടാണ് ഇങ്ങേര് പോയി കാര്യം പറയുന്നത്. കണ്ടാലും പാണ്ഡുപുത്രന്മാരെ കണ്ടാലും, ഹേ ആചാര്യ പശ്യൈതാം പശ്യത പാണ്ഡുപുത്രാണ്. പാണ്ഡുപുത്രന്മാരുടെ മഹതീം ചമു, മഹത്തായിട്ടുള്ള സേനാവ്യൂഹത്തെ അല്ലയോ ആചാര്യ, പാണ്ഡുപുത്രന്മാരാൽ ചമയ്ക്കപ്പെട്ടിട്ടുള്ള മഹത്തായിട്ടുള്ള സേനാവ്യൂഹത്തെ കണ്ടാലും. ഇത്ര ഇന്നസെന്റ് അല്ലേ? അല്ല. ഇതിനകത്തൊരു കുത്തുവാക്കും കൂടിയുണ്ട്. ഹേ പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ. കൂറ് ഇവിടെയാണെങ്കിലും, അല്ല, ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെയാണ്. അതുകൊണ്ട് ഒരു കുത്ത്. പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ, പാണ്ഡുപുത്രന്മാരുടെ ആചാര്യ കണ്ടാലും. നമുക്കുണ്ട് ഈ പരിപാടി. ഒന്ന് പറഞ്ഞ് വേറൊന്ന് ഉദ്ദേശിക്കും. അതെപ്പോഴാണെന്നറിയോ ഇത് കൂടുതൽ പുറത്തു വരിക? നമുക്ക് ഇഷ്ടമല്ലാത്തവരുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തവരുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തവരോട് പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഈ മക്കളോട് പറയും. നമ്മൾ ദ്വയാർത്ഥം വെച്ച്. നമ്മളാരാ മക്കളെന്നറിയോ? നമ്മളുടെ മറ്റൊരു ഡെപ്പിക്ഷനാണ് ഈ ദുര്യോധനൻ. കേട്ടാൽ വളരെ ഇന്നസെന്റാ, ഒന്നും പറയാൻ പറ്റില്ല, പാവം. പുള്ളി പറഞ്ഞതാണ് പശ്യൈതാം. പറഞ്ഞാൽ നീ എന്താ ദ്രോണരെ പാണ്ഡുപുത്രന്മാരുടെ ആചാര്യ എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചാൽ ദുര്യോധനൻ പറയും, ഏയ് ഞാനങ്ങനെ ഉദ്ദേശിച്ചതല്ല, കണ്ടാലും പാണ്ഡുപുത്രാണാം മഹതീം ചമൂം ഹേ ആചാര്യ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. ന്യായീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള മനുഷ്യന്റെ മനോഭാവത്തെ വ്യാസൻ വെളിപ്പെടുത്തി തരുന്നു. എന്തു വേണേലും ചെയ്തോളൂ, ന്യായീകരിക്കാൻ പറ്റിയാൽ മതി. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ന്യൂസ് ചാനലുകളിൽ രാത്രി 8:30 മണി മുതൽ ഓരോരുത്തരിരുന്ന് ഓരോന്നും ന്യായീകരിക്കുന്നത്. ആരെങ്കിലും ഇന്നുവരെ നമുക്കെല്ലാവർക്കും ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് സമ്മതിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുകയല്ല. കാരണം നമ്മൾ എലക്ട് ചെയ്ത് വിട്ടവരല്ലേ, നമ്മളെ പോലെ ആവുള്ളൂ. ഒക്കെ ന്യായീകരണമാണ്. ന്യായീകരിക്കാൻ സാധിച്ചാൽ മതി, എന്തു തോന്നിവാസവും കാണിക്കാമെന്ന് ധരിക്കുന്നവനാണ് മനുഷ്യൻ. അതിന്റെ ഉത്തമ ഉദാഹരണം ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ജാത്യാലുള്ളത് തൂത്താമായില്ല എന്നുള്ളത് കൊണ്ട് ഇതൊന്നും ഇപ്പൊ പോവുകയല്ല. വെറുതെ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയാമെന്നല്ലാണ്ട് അതൊന്നും മാറില്ല. ഇത് മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മമത്വമില്ലാതെയാവുക എന്നുള്ളതല്ലാതെ, അഹംബോധം എന്നുള്ളത് മഹാബോധമായി തീരുക എന്നുള്ളതല്ലാതെ. അഹം തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് ലിമിറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഇതിനില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത കുത്ത് രണ്ടാമത്തെ വരിയിലാണ്. തവ ശിഷ്യേണ ദ്രുപദപുത്രേണ വ്യൂഢാം ധീമത. ബുദ്ധിമാനായിട്ടുള്ള തവ പുത്രേണ,
അല്ല, തവ ശിഷ്യേണ ദ്രുപദപുത്രേണ, ദ്രുപദപുത്രനായ നിന്റെ ശിഷ്യനാൽ രചിക്കപ്പെട്ടിട്ടുള്ള പാണ്ഡവരുടെ മഹത്തായിട്ടുള്ള സേനാവ്യൂഹത്തെ കണ്ടാലും. രണ്ടാമത്തെ കുത്താത്. എന്താ കാരണം? ദ്രുപദപുത്രൻ ജനിച്ചത് എല്ലാവർക്കും അറിയാം ഈ മൂപ്പുലാനെ തട്ടാനാന്ന്. ജനിപ്പിച്ചത് ഉണ്ടാക്കിയത് ഇയാളെ തട്ടാനാണ്. ഇയാളെ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കൊല്ലാൻ വേണ്ടി ജനിച്ചതാണ്. ഇത് എല്ലാവർക്കും അറിയാം. തവ ശിഷ്യേണ എന്ന് പ്രയോഗിച്ചതിലൂടെ ഭാരതീയ സംസ്കൃതിയുടെ മഹത്വത്തെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരുന്നു. തന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ചവനാണെങ്കിലും തനിക്കറിയാവുന്നത് പകർന്നു കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ആചാര്യന്മാർ വാണ നാടാണ് ഈ ഭൂമി. ദ്രുപദപുത്രനായ ദൃഷ്ടദ്യു, ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു. കാരണം നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായതാണ്. തന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ചവനാണെന്നറിഞ്ഞിട്ടും തൻ്റെ അടുത്തേക്ക് ശിഷ്യനായി വന്നവനെ തനിക്കറിയാവുന്ന വിദ്യകൾ പഠിപ്പിക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആചാര്യന്മാർ, മരണഭയം തെല്ലുമില്ലാത്ത ആചാര്യന്മാർ വാണ നാട്ടിലാണ് ഞാനും നിങ്ങളും വാഴുന്നത് എന്നും കൂടി ഈ ഒരു ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ശ്ലോകത്തിലൂടെ എന്തൊക്കെ കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഞാൻ അർജുനന്റെ ആവനാഴിയിലെ വില്യനോട് ഇതിനെ ഉപമിച്ചത്, കാണിച്ചു കൊടുക്കുകയാണ്. പശ്യേതാം എന്നിട്ട് മുഴുവൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അധ്യായത്തിന്റെ 4 ശ്ലോകം പോലും ഒന്ന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് വേഗം പോകേണ്ടിയിരിക്കുന്നു. കാണിച്ചൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയവും ആത്മവിശ്വാസക്കുറവുമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭീഷ്മര് അതെങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ 10ാമത്തെ ശ്ലോകത്തിലൂടെയാണ്. പര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീഷ്മാഭിരക്ഷിതം. പ്രചാരത്തിലുള്ള ഗീതയിൽ ആ ഭീമൻ എന്നുള്ള പദത്തിന് പകരം ആദ്യം ഭീഷ്മരെന്നും ഭീഷ്മർ എന്നുള്ള 2ാമത്തെ വരിയിലെ പദത്തിന് പകരം ഭീമരെന്നുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതാണ് പക്ഷെ കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള ശ്ലോകം, പ്രചാരത്തിലുള്ളതല്ല എന്ന് വാൻ ബ്യൂട്ടിനൻ എന്ന ഒരു ഇംഗ്ലീഷ് സ്കോളറുണ്ട്. മഹാഭാരതത്തിനും ഗീതയ്ക്കുമൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള മഹാത്മാവ്. അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള സമർത്ഥനങ്ങളിലൂടെ ഈ പറഞ്ഞ കാശ്മീര പാഠത്തിലെ ശ്ലോകമാണ് യുക്തി ഭദ്രമായിട്ടുള്ളത് എന്ന് സമർത്ഥിക്കുന്നു. ആ പേപ്പറൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ. വാൻ ബ്യൂട്ടിനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ആണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയ ഭാരതത്തിന്റെ ആദ്യത്തെ വോള്യൂം പബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ വോള്യൂം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചു. ഈ ശ്ലോകത്തിലൂടെ തൻ്റെ ഉള്ളിലുള്ള, അത് മുഴുവൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അടുത്തതിലേക്ക് ചാടുന്നത്, ആ ഒരു ശ്ലോകത്തിലൂടെ തൻ്റെ മനസ്സിലുള്ള സംശയത്തെ വെളിപ്പെടുത്തുകയാണ്. യുദ്ധം ജയിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തെ. ഇത് കേൾക്കുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന ഭീഷ്മർ. നമുക്കെങ്ങനെയാ ഭീഷ്മരത് കേൾക്കുന്നു എന്ന് മനസ്സിലാകുന്നത്? തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. അദ്ദേഹം തന്റെ പ്രതാപവാനായ അദ്ദേഹം സിംഹനാദത്തോടു കൂടിയിട്ടുള്ള ശംഖ് വിളിക്കുകയാണ്. തസ്യ സഞ്ജനയൻ ഹർഷം. ആ തസ്യ അവന് സന്തോഷമുണ്ടാകാൻ. ആർക്ക്? ദുര്യോധനന് സന്തോഷമുണ്ടാകാൻ. ഈ ശംഖനാദങ്ങളുടെയൊക്കെ കലപില ശബ്ദത്തിനിടയിലാണ് ശ്രീകൃഷ്ണാർജുനന്മാരുടെ സംഭാഷണം. വിവിധ കൗരവരും പാണ്ഡവരും അവരവരുടേതായിട്ടുള്ള ശബ്ദങ്ങൾ മുഴക്കി ആ ശബ്ദ ബഹളത്തിനിടയ്ക്കാണ് ഗീത നടക്കുന്നത്. നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. നഭശ്ച പൃഥിവീം ചൈവ, ആകാശവും ഭൂമിയും ഈ വിവിധങ്ങളായിട്ടുള്ള ശബ്ദകോലാഹലം കൊണ്ട് നിറഞ്ഞു. വ്യനുനാദയൻ, അലയുലികൾ കൊണ്ട് നിറഞ്ഞു. ഈ ശബ്ദമയമായ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഗീത അവതരിപ്പിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. 1ാമത്തെ അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ബഹളമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ വലിയ ബഹളമൊന്നുമില്ല, ഞാൻ മാത്രമേ ബഹളം ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വസ്ഥമായിട്ട് ഈ ബഹളത്തിനിടയിൽ, എൻ്റെ ശബ്ദ ബഹളത്തിനിടയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? പറ്റുകയല്ല. സംസാരിച്ച് നോക്കി അറിയാം. വല്ലാണ്ട് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഞാൻ ചൂടാവും. വല്ലാതെ ഒച്ച ഉണ്ടാക്കാതെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ കേൾക്കുന്നയാൾ ചൂടാവും. അപ്പൊ എന്തായാലും ആരുടെങ്കിലും ഒരാളുടെ ചൂടാവല് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടുന്ന് പറയണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് പറയാം. പക്ഷേ ശ്രീകൃഷ്ണൻ അർജുനനോട് അങ്ങനെ പറഞ്ഞതായിട്ട് ഭഗവത്ഗീതയിൽ എവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ശബ്ദബഹളത്തോടു കൂടിയിട്ടുള്ള അന്തരീക്ഷത്തിൽ വെച്ച് ഗീത രചിച്ചത്, ഗീത ചൊല്ലിയത്. ശബ്ദമില്ലാത്ത സ്ഥലത്തേക്ക് പോകാമായിരുന്നു. എത്രയോ സ്ഥലമുണ്ട്, അവിടേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വരാമായിരുന്നു. കഥാകാരനായ വ്യാസൻ അങ്ങനെയായിരുന്നു കഥ എഴുതിയിരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയേ കഥ പറയുകയുള്ളായിരുന്നു.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ ശബ്ദബഹളത്തിനിടയിൽ വെച്ച് പറഞ്ഞത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബഹളം നടക്കുന്ന സ്ഥലത്ത് നിന്ന് സംസാരിച്ച് മനസ്സിലാക്കണമെങ്കിൽ സശ്രദ്ധം സൂക്ഷ്മതയോടുകൂടി ഇരുന്നാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. ഗീത പിടികിട്ടണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ്. ഗീത കേൾക്കാൻ എന്താ ക്വാളിഫിക്കേഷൻ വേണ്ടെന്ന് പറഞ്ഞു തരികയാണ് ഗീതാകാരൻ. എത്ര മനോഹരമായിട്ടാണ് ഗീതാകാരൻ ഇത് പറയുന്നത്. 1-ാമത്തെ അധ്യായം വിട്ടാൽ ഇതൊന്നും മനസ്സിലാവില്ല. ശബ്ദബഹളത്തിനിടയ്ക്ക് നിന്ന് ഗീത പറഞ്ഞതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. ശബ്ദബഹളത്തോടു കൂടിയത് എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശബ്ദമയമാണ്. ഇനി രാത്രി ഒറ്റയ്ക്ക് കട്ടിലേ കിടന്നാലോ സ്വപ്നം കണ്ട് ശബ്ദം ഉണ്ടാക്കൂ. ശബ്ദബഹളമില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തില്ല. ബഹളമയമായ ഈ ജീവിതത്തിനകത്ത് നിന്ന് വേണം ഗീത കേട്ടു മനസ്സിലാക്കാൻ. ജീവിതത്തെ ഉപേക്ഷിച്ച് ഗീത കേൾക്കുന്നത് ഗീതാകാരന് താല്പര്യമുള്ള കാര്യമല്ല. ഗീത ലോകത്തെ ഉപേക്ഷിക്കുവാൻ പറയുന്ന ഗ്രന്ഥം അല്ല. യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാതെ പെട്ടിയും കിടക്കയും മടക്കി വെച്ചിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ മറുപടി പറയുമ്പോൾ എപ്പോഴെങ്കിലും അർജുന ഇവിടെ നിൽക്കണ്ട, നീ പോയിക്കോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കേൾക്കേണ്ട താമസം പെട്ടിയും കിടക്കയും എടുത്ത് മൂപ്പര് സ്ഥലം വിട്ടാനെ. 18 അധ്യായങ്ങൾ കഴിയുമ്പോൾ വ്യാസൻ അവതരിപ്പിക്കുന്ന അർജുനൻ ഞാണൊലി മുഴക്കി യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അർജുനനാണ്. അതുകൊണ്ട് ജീവിതത്തെ ഉപേക്ഷിക്കുവാൻ പഠിപ്പിക്കുന്നതല്ല ഗീത. ആയിരുന്നുവെങ്കിൽ അർജുനൻ യുദ്ധക്കളം വിട്ടു പോയേനെ. അതുകൊണ്ട് ഗീത ജീവിതഗന്ധിയായിട്ടുള്ള ഗ്രന്ഥമാണ്. ലോകമതങ്ങളിൽ പലതും, ഭാരതത്തിലെ മതങ്ങളിൽ ചിലതും. ഭാരതത്തിൽ ഒരു മതം മാത്രമല്ല ഉള്ളത്. ഭാരതം ബഹുമതങ്ങളാൽ സമ്പുഷ്ടമാണ്. മതം എന്നുള്ള വാക്കിന് റിലീജിയൻ എന്നുള്ള അർത്ഥമില്ല. മതം എന്നുള്ള വാക്കിന് ഒപ്പീനിയൻ എന്ന അർത്ഥമേ ഉള്ളൂ. പ്രപഞ്ചത്തിന്റെ, ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി വിനാശങ്ങളെക്കുറിച്ചും ജീവന്റെ സൃഷ്ടിസ്ഥിതി വിനാശങ്ങളെക്കുറിച്ചുമുള്ള അഭിപ്രായ സഞ്ചയമാണ് മതം. വ്യത്യസ്തരായിട്ടുള്ളവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് വിവിധ മതങ്ങൾ ഉണ്ടാകുന്നത്. ഭാരതത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളുണ്ട്. തികച്ചും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ സൗഹൃദപൂർണമായ സഹവാസമാണ് ഭാരതീയ മതങ്ങൾ. തികച്ചും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ സൗഹൃദപൂർണമായിട്ടുള്ള സംയോഗവാസമാണ് ഭാരതീയ മതങ്ങൾ. ഉദാഹരണത്തിന് ന്യായദർശനവും സാഖ്യദർശനവും. നൈയായികന്മാര് അസത്കാര്യവാദികളാണ്. അസത്കാര്യവാദികൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിൽ നിന്നേ ഉണ്ടാവൂ എന്ന് പറയുന്നവർ. ന്യായദർശനം അനുസരിച്ച് ഇല്ലാത്തതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സാഖ്യദാർശനികന്മാര് സത്കാര്യവാദികളാണ്. ഉള്ളതിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നവർ. ഇല്ലാത്തതിൽ നിന്ന് മാത്രമാണ് ഉള്ളതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്ന ന്യായദർശനവും, ഉള്ളതിൽ നിന്ന് മാത്രമേ ഉള്ളതുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സാഖ്യദർശനവും ഭാരതീയ ഷഡ്ദർശനങ്ങളിൽ ഓരോന്നും ആണ്. അതുകൊണ്ട് ഭാരതം ഒരേ അഭിപ്രായങ്ങളുടെ കലവറയല്ല, വിഭിന്ന സ്വരങ്ങളുള്ള, വിരുദ്ധാശയങ്ങളുള്ള അഭിപ്രായങ്ങളുടെ കലവറയാണ്. അതാണ് ഭാരതത്തിന്റെ മഹത്വവും ഭാരതീയ സംസ്കൃതിയുടെ മഹത്വവുമാണ്. എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയുവാനും നിങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് പറയുവാനും ഇടം കിട്ടുന്നിടമാണ് ഭാരതം. അത് ഭാരതത്തിന് മാത്രം ഒരു പക്ഷെ അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മഹത്വമാണ്. രാജ്യസ്നേഹം പറയുകയല്ല ഞാൻ ചെയ്യുന്നത്, വാസ്തവം പറയുകയാണ്. ഇതൊക്കെ വസ്തുതയാണ്, മറ്റേതും വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ലോകമതങ്ങളിൽ ഏറിയ പങ്കും ഭാരതീയ മതങ്ങളിൽ ചിലതും, ലോകമതങ്ങളിൽ ഭാരതീയ മതങ്ങളും ഉൾപ്പെടും, ലോകത്തെ ഗൗണമായിട്ട് കാണുന്നതാണ്. ഈ ലോകം പ്രധാനമല്ല, ഈ ലോകം പ്രധാനമല്ല, ഈ ജീവിതം പ്രധാനമല്ല. ഇതിൽ അതും ഇതുമൊക്കെ ചെയ്യാതിരുന്നാൽ, ഇതിൽ അതും ഇതുമൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് അപ്പുറത്തെ ലോകത്ത് എന്തോ കിട്ടുമത്രേ. ഇവിടെ അതും ഇതും ചെയ്യാതിരുന്നാൽ, ഇവിടെ അതും ഇതും ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം എന്തോ കിട്ടുമത്രേ. അതാണ് ലോകമതങ്ങളിൽ പലതും പറയുന്നത്. ആ മതങ്ങളിലെല്ലാം ഈ ജീവിതം ഗൗണമാണ്, അപ്രധാനമാണ്, മോശമായതാണ്. ലോക ജീവിതം ദുഃഖപൂർണം മാത്രമാണ്. ലോകം ശോകഹതം ച സമസ്തം, മുഴുവനും ദുഃഖാണത്രേ.
അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ അനുഭവിച്ച ദുഃഖം ഇനി അനുഭവിക്കാതിരിക്കാൻ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ അനുഭവിച്ച ഒരു ദുഃഖം ഒന്ന് പറഞ്ഞുതരാവോ? എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഓർമ്മയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ദുഃഖം അനുഭവിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല, സുഖം അനുഭവിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് മുഴുവൻ നെഗറ്റീവായിട്ട് എന്തിനാ അവതരിപ്പിക്കണത്? ഈ ജീവിതത്തിൽ മുഴുവനും ദുഃഖമയ മാത്രമേ ആണോ? ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? ആകപ്പാടെ ജനിച്ച അന്ന് തുടങ്ങിയ കരച്ചില് ഇന്ന് വരെ നിർത്തിയിട്ടില്ലേ? ഈ മുഖത്തൊരു ചിരിയും ഇതുവരെ ഉണ്ടായിട്ടില്ലേ? എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിരിക്കാൻ, എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മതി മറന്ന് സന്തോഷിക്കാൻ. ഈ ലോകം ദുഃഖമയം മാത്രമല്ല, ഈ ലോകം സന്തോഷമയവും കൂടിയാണ്. അതുകൊണ്ട് ലോകത്തെ പെസിമിസ്റ്റിക് ആയിട്ട് കാണുന്നതിന് പകരം ലോകത്തെ പോസിറ്റീവായിട്ട് കാണുന്ന മതങ്ങളും ഭാരതത്തിലുണ്ട്. ഭാരതത്തിൽ മാത്രമേ ഒരു പക്ഷേ അങ്ങനെയുള്ള മതങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലോകമതങ്ങളും ഭാരതീയ മതങ്ങളിൽ ചിലതും എന്ന് പറഞ്ഞത്. ഭാരതീയ മതങ്ങളിൽ ചിലത് ലോകത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഈ ലോകം പരമപ്രധാനമാണ്, ഈ ജീവിതവും പരമപ്രധാനമാണ്. ഓരോ ജീവനും ഈശ്വരനാണ്, ഓരോ ജീവനും അവതാരമാണ്, ഓരോ ജീവന്റെ ജീവിതവും ലീലയാണ്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഗീത അവതരിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പരമപവിത്രമാണ്. ഇത് കഫവും മലവും നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല, സുചിന്തിതമായ സുന്ദരമായ ആശയങ്ങളുടെ കൂടി വിളനിലമാണ് ഈ ശരീരം. മനോഹരമായ ഭാവനകളുടെ കൂടി വിളനിലമാണ് ഈ ശരീരം എന്നുള്ളത് കൊണ്ട് ഇത് വളരെ മോശമൊന്നുമല്ല. ഇതിനകത്ത് നന്മയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, സ്കേമത്വവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഗീതയിൽ 2 ദിവസങ്ങളായി നമ്മൾ കേൾക്കുക മുഴുവനും ആ തരത്തിലുള്ളതായിരിക്കും. ജീവിതത്തെ ഒരിക്കലും മോശമായിട്ട് കാണുകയോ ഈ ലോകം ഒരിക്കലും അപ്രധാനമാണെന്ന് കരുതുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കുക ഇല്ല. അത് ഗീതയുടെയും കൂടി തത്വമാണ്. അതുകൊണ്ടാണ് ശബ്ദമയമായ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള സംവാദത്തെ ഭഗവാൻ വ്യാസൻ അവതരിപ്പിച്ചത്. ആ ശബ്ദമയമായ ഇതിനിടയ്ക്ക് അർജുനൻ പറയുകയാണ്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അല്ലയോ അച്യുത, ച്യുതിയില്ലാത്തവനെ, എന്റെ രഥത്തെ. എന്തൊരു ധൈര്യമാണ് അർജുനന്! ഭഗവാനോടാണ് ഈ പറയണത്, എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും നടുവിലേക്ക് കൊണ്ടുപോയി നിർത്തൂ. ഭഗവാനെ, അച്യുത യാവദേതാൻ നിരീക്ഷേഹം, ഞാൻ നിരീക്ഷിക്കട്ടെ, കാണട്ടെ. കാഴ്ച വീണ്ടും വരുന്നു. എന്തൊരു വിനയാൻവിതൻ! ഭഗവാനാണ് ശരിക്കും വിനയമുള്ളവൻ. തൻ്റേതാണ് ഈ പ്രപഞ്ചം മുഴുവനുമെന്നറിയാവുന്ന ഭഗവാൻ, താൻ തന്നെയാണ് അർജുനനായി തേർത്തടത്തിൽ നിൽക്കുന്നതെന്നറിയാവുന്ന ഭഗവാൻ, താനല്ലാതെ വേറെയൊന്നുമില്ല എന്നറിയാവുന്ന ഭഗവാൻ, മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ എന്നറിയാവുന്ന ഭഗവാൻ എത്ര വിനയത്തോടുകൂടിയാണ് ആ രഥത്തെ 2 സൈന്യങ്ങളുടെയും ഇടയിൽ കൊണ്ടുപോയി നിർത്തുന്നത്. എന്നോടോ നിങ്ങളോടോ ആയിരുന്നു ഇങ്ങനെ ആജ്ഞാപിച്ചിരുന്നത് എങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞനെ അർജുനനോട്. അതാണ് ഞാനും നിങ്ങളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്തൊരു വിനയാൻവിതൻ, എന്തൊരു സ്നേഹസ്വരൂപൻ ഭഗവാൻ! ഒരു മടിയും കൂടാതെ 2 സൈന്യങ്ങളുടെയും ഇടയിൽ എവിടെയായിട്ടാണ് ഈ രഥത്തെ നിർത്തുന്നത്? ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിൽ. അതിന് നേരെ ഒരു വര വരച്ചാൽ അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആയിരുന്നു നിന്നത് ദുര്യോധനൻ. ഭീഷ്മദ്രോണരുടെ പ്രമുഖത മുമ്പിലായിട്ട് ഈ രഥത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഭഗവാൻ പറയുകയാണ്, തത്ര അപശ്യസ്ഥിതാൻ പാർത്ഥ, അല്ല ഭീഷ്മ സേനയോർ ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂൻ ഇതി. പശ്യൈതാം, ഭഗവാൻ പറയാണ്, വീണ്ടും കാഴ്ച വരികയാണ്. ഇപ്പൊ ഒരുപാട് കാണലുകൾ ഇവിടെ നടക്കുകയാണ്. കണ്ടാലും കുരു നന്ദന 2 സൈന്യങ്ങളെയും. അർജുനൻ എന്തിനാ ഈ രഥം 2 സൈന്യങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയത്? എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരെയും എന്നോട് യുദ്ധം ചെയ്യുവാൻ മരിക്കാൻ വന്നവരെയും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അർജുനൻ ഈ
യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒട്ടും പരാജയ ഭയമില്ല അർജുനന്റെ മനസ്സിൽ. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് തത്ര അപശ്യസ്ഥിതാൻ, അവിടെ കണ്ടു നിൽക്കുന്നതായിട്ട് ആരെ? യോദ്ധാക്കളെയല്ല കണ്ടത്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരെയും എന്നോട് യുദ്ധം ചെയ്യാൻ വന്നവരെയും യോദ്ധാക്കളെ കാണാൻ പോകാമെന്ന് പറഞ്ഞ അർജുനൻ അവിടെ കണ്ടത് യോദ്ധാക്കളെയല്ല. തത്ര അപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനത പിതൃമഹാൻ, ബന്ധുക്കളെയാണ് മുഴുവൻ കണ്ടത്. കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? ഇവരെ മുഴുവൻ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഉണ്ടായത്? താൻ സമീക്ഷ്യ, അവരെ കണ്ടിട്ട് സ കൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ, സകല ബന്ധുക്കളെയും അവിടെ കണ്ടിട്ട് എന്താ പറ്റിയത്? കൃപയാ പരയാവിഷ്ട. പ്രചാരത്തിലുള്ള പാഠത്തില് പരയാ കൃപയാവിഷ്ട വ്യത്യാസമുണ്ട്. കാശ്മീരി പാഠത്തില് കൃപയാ പരയാവിഷ്ട വിഷീദന്നിതം, അല്ല വിഷീദനല്ല, സീതമാനോ അബ്രവീദിതം. പ്രചാരത്തിലുള്ള പാഠത്തില് വിഷീദന്നിതം അബ്രവീത് എന്നാണ്. അപ്പൊ ഇതില് ഈ അധ്യായത്തില്, കാശ്മീര പാഠത്തിലെ അധ്യായത്തില് വിഷാദത്തോടുകൂടി എന്നുള്ളൊരു വാക്ക് കാണില്ല. സീതമാനം എന്നാ കാണുക, തളർന്നവൻ എന്നേ കാണുള്ളൂ, വിഷാദിച്ചിരിക്കുന്നവൻ എന്ന് കാണില്ല. കാശ്മീര വ്യാഖ്യാനത്തിന് അധ്യായങ്ങൾക്ക് പേരുമില്ല. ഭാരതത്തില് ഗീതാധ്യായങ്ങൾക്ക് പേരില്ല. പേര് അർജുന വിഷാദയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം എന്ന് പേര് ഇട്ടത് വ്യാഖ്യാതാക്കന്മാരാണ്, വ്യാസഭഗവാനല്ല. അതുകൊണ്ട് അഭിനവഗുപ്തപാദര് വ്യാഖ്യാനിക്കുമ്പോഴും അധ്യായങ്ങൾക്ക് പേരില്ല. അർജുന വിഷാദയോഗം ഈ അധ്യായത്തെ വിളിക്കാനും പറ്റില്ല. കാരണം കാശ്മീര പാഠത്തില് വിഷാദത്തോടുകൂടി ഇരുന്നു എന്നൊരു വാക്കുമില്ല. ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നു എന്നും അർത്ഥമില്ല, തളർന്നിരുന്നു എന്നേ ഉള്ളൂ. എന്താ ഈ തളർച്ചയ്ക്ക് കാരണം? ദൃഷ്ടുവേമാൻ സ്വജനാൻ കൃഷ്ണ, എന്റെ ആൾക്കാരെ കണ്ടിട്ട് വീണ്ടും കാഴ്ച വന്നു. ഇത്ര കാഴ്ചകൾ വന്നു ഈ അധ്യായത്തില്. എന്റെ ആൾക്കാരെ കണ്ടിട്ട് എന്റെ ശരീരം തളരുന്നു, എന്റെ ചുണ്ടു വിറയ്ക്കുന്നു. ഈ സൈന്യത്തിൽ രഥത്തിൽ ഇരുന്നു കൊണ്ട് രണ്ട് സേനകളുടെയും ഇടയിലേക്ക് രഥത്തെ കൊണ്ടുപോകാൻ പറയുമ്പോൾ അർജുനന്റെ തേരെവിടെയായിരുന്നു? അല്ല, അർജുനന്റെ കയ്യില് ആയുധം ഉയർന്നിട്ടായിരുന്നു. പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ, ധനുസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന പാണ്ഡവൻ അർജുനനാണ് ശ്രീകൃഷ്ണനോട് പറഞ്ഞത്, രണ്ട് സൈന്യങ്ങളെയും കാണുവാൻ എന്റെ രഥത്തെ നടുക്കുകൊണ്ടുപോയി നിർത്തൂ എന്ന് പറഞ്ഞ അർജുനൻ രണ്ട് സൈന്യങ്ങളുടെ ഇടയിലും രഥം കൊണ്ട് നിന്നതിന് ശേഷം തന്റെ ബന്ധുക്കളെ, യോദ്ധാക്കളെയല്ല, തന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? സ്രംസതേ ഗാണ്ഡീവം, എന്താ പറഞ്ഞത്? ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത്, എന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം ഊർന്നു പോകുന്നു. ഒന്നാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ ഗാണ്ഡീവം രഥത്തിൽ മാറ്റിവെച്ച് ഇരിക്കുന്ന പാണ്ഡവനെയാണ് വ്യാസൻ വർണ്ണിക്കുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി രണാങ്കണത്തിലേക്കെത്തിയ അർജുനന്റെ ആത്മവിശ്വാസ ചോർച്ച, ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വില്ലിനെ താഴ്ത്തുന്നതിലൂടെ വളരെ മനോഹരമായിട്ട് വ്യാസഭഗവാൻ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വില്ലുള്ളവൻ ആത്മവിശ്വാസി, ആത്മവിശ്വാസം കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ശ്രംസതയെ വഴുതിപ്പോകുന്നു കൃഷ്ണ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അമ്പും വില്ലും മാറ്റിവെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നിന്നുകൊണ്ടിരുന്ന ദുര്യോധനന്റെ ഇരുത്തം വളരെ മനോഹരമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. അതുകൊണ്ട് ആ ചിത്രങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് അർജുനന്റെ മുട്ടിടിച്ചു. ഇതേ കാഴ്ചയല്ലേ കുറച്ചു നേരത്ത് ആ സ്ഥലത്ത് തന്നെ നിന്ന് ദുര്യോധനൻ കണ്ടത്? കുറച്ചപ്പുറം മാറി നിന്ന് ഇതേ കാഴ്ചയാണ് ദുര്യോധനനും കണ്ടത്. കാരണം പാണ്ഡുപുത്രന്മാരുടെ ആചാര്യനായ ദ്രോണർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കാണാതെ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്തേ ഇവർ രണ്ടുപേരുടെയും പശ്ചാത്തലം ഒന്നായിരിക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കാഴ്ച രണ്ടനുഭവത്തെ ഉണ്ടാക്കിയത്? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കാനാണ് ആ സ്ഥലം ഞാൻ എടുത്തു പറഞ്ഞത്. രണ്ടുപേരും കൗരവരാണ്, രണ്ടുപേരും ഹസ്തനാപുരിയിൽ വളർന്നവരാണ്, രണ്ടുപേരെയും പഠിപ്പിച്ചത് ഒരേ ആൾക്കാരാണ്, രണ്ടുപേരും കഴിച്ചത് ഒരേ ആഹാരമാണ്, ധരിച്ചത് ഒരേ വസ്ത്രമാണ്, ചിന്തിച്ചത് ഏകദേശം ഒരേപോലെയാണെങ്കിലും എന്റെ ഒരേ കാഴ്ച കണ്ടപ്പോൾ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. ഗീതയിൽ മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണത്. ആ ചോദ്യം കൂടി ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ്, അതിന്റെ ഉത്തരം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഇവർ രണ്ടുപേരുടെയും ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് അറിയേണ്ടതിന്റെ അനിവാര്യത ഉണ്ടാകുന്നത്.
ഇവരെ രണ്ടുപേരുടെയും ഈശ്വര സങ്കല്പം ഒന്ന് പരിശോധിക്കാൻ ഭഗവത് ഭാരതത്തിന്റെ മുൻപിലെ ഉദ്യോഗപർവത്തിലേക്കൊന്ന് കടക്കാം. അവിടെയാണ് ദുര്യോധനന്റെ ഈശ്വര സങ്കല്പം. യുദ്ധം നടക്കുന്ന സമയത്ത് ഭീഷ്മപർവത്തിലാണ്, യുദ്ധം നടക്കുന്നതിന് മുമ്പാണ് അർജുനന്റെ ഈശ്വര സങ്കല്പം വെളിപ്പെടുന്നത്. യുദ്ധം തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ വ്യാസഭഗവാൻ ധൃതരാഷ്ട്രരെ കാണാൻ ഹസ്തിനാപുരിയിൽ വന്നു. ധൃതരാഷ്ട്രരോട് പറഞ്ഞു, രാജാവേ, മകനെ, നിന്റെ മകൻ ചെയ്യുന്നത് തീരെ ശരിയല്ല. ഇവൻ കാരണം ഈ ലോകം മുഴുവൻ മുടിയും. അതുകൊണ്ട് നീ ഇവനെ പറഞ്ഞ് ഉപദേശിച്ച് മനസ്സിലാക്കി പാണ്ഡവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. ഇത് കേട്ട ധൃതരാഷ്ട്രര് നമ്മളുടെ മക്കളെ പറ്റി ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതേ മറുപടി കൊടുക്കുകയാണ്. എൻ്റെ അച്ഛാ ഭഗവാൻ വ്യാസ, എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുകയില്ല. ഞാൻ പറയുന്നത് ഒഴിച്ച് വേറെ ആര് പറഞ്ഞാലും അവൻ കേൾക്കും. നമ്മളിങ്ങനെ തന്നെയാ പറയാ. അയൽപക്കത്തുകാരൻ പറഞ്ഞാൽ കേൾക്കും, കലിങ്കിലിരിക്കുന്നവൻ പറഞ്ഞാൽ കേൾക്കും, മരത്തിൽ കയറുന്നവൻ പറഞ്ഞാൽ കേൾക്കും, ബാറി പോകുന്നവൻ പറഞ്ഞാൽ കേൾക്കും. നമ്മൾ പറയുന്ന മാത്രം നമ്മുടെ മക്കൾ കേൾക്കുകയില്ല. ധൃതരാഷ്ട്രർക്കും അതേ അഭിപ്രായമാണ് മക്കളെ പറ്റിയിട്ട്. അപ്പോൾ ഒരു കാര്യവും കൂടി ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. ഭാരതം നമ്മുടെ കഥയാണ്. അതുകൊണ്ട് ഭാരതം വായിച്ചിരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. വേറൊരു പുസ്തകം വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭാരതം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കേണ്ടതാണ്. അത് വീട്ടിൽ വെച്ചാൽ വഴക്കുണ്ടാകുമെന്നൊക്കെ പറഞ്ഞവര് സംസ്കാരമില്ലാത്തവരായി തീരണം നമ്മൾ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ഒന്നും വീടുകളിൽ ഇപ്പം മഹാഭാരതം ഉണ്ടാവില്ലല്ലോ. എന്തൊരു സമാധാന വീട്ടിൽ പോയാലല്ലേ. അങ്ങോട്ടൊന്ന് കയറി ചെന്നാ മതി, ആകപ്പാടൊരു സുഖ. അല്ല, ഇപ്പൊ ഉള്ളതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ സാധനം വീട്ടിൽ വെച്ചാൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യും. ഭാരതത്തിന്റെ ഫലശ്രുതിയിൽ വ്യാസൻ പറയുന്നത് ഗർഭിണികൾ ഇത് കേട്ടാൽ ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കും എന്നാണ്. ഭാരതത്തിന്റെ ഭാഷ്യ അവസാനം ഫലശ്രുതിയിൽ പറയുന്നതാണ്. അപ്പോൾ അത് ഭാരതം വായിക്കണം. വായിച്ചാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായാൽ മാത്രമേ അത് ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ അനുവർത്തിച്ചാൽ മാത്രമേ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ. അതുകൊണ്ട് ഭാരതം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾ കേൾക്കില്ല. അവർ കർണം പറഞ്ഞാൽ, ശല്യര് പറഞ്ഞാലൊക്കെ കേൾക്കുള്ളൂ. എന്നാലും അങ്ങ് പറഞ്ഞതല്ലേ, ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ് ദുര്യോധനെ വിളിച്ചു. ദുര്യോധനോട് പറഞ്ഞു, മോനെ, വ്യാസൻ വന്നിരുന്നു, പച്ചൻ വന്നിരുന്നു, ഇപ്പം നിന്നോട് പറയാൻ പറഞ്ഞു, ഈ പണി നീ ഇപ്പം ചെയ്യുന്നത് ശരിയല്ല. അത് ഈശ്വരന്മാർക്ക്, ദേവന്മാർക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടത് നീ കൊടുത്ത് ഈ യുദ്ധം ഒഴിവാക്ക്. ദുര്യോധനൻ അപ്പോൾ തൻ്റെ ഈശ്വര സങ്കല്പം വെളിപ്പെടുത്തുകയാണ്. പല കാര്യങ്ങളും ദുര്യോധനൻ പറയുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഈശ്വര സങ്കല്പം മാത്രം എടുക്കണം. അച്ഛൻ പറഞ്ഞില്ലേ ദൈവങ്ങൾക്ക് നിരക്കാത്തതാണ്. അത് അച്ഛന് ദേവന്മാരുടെ സ്വഭാവം അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. എന്താ കാര്യം? ഈ ദേവന്മാരെന്ന് പറയുന്നത് നിർഗുണരും നിർവികാരരുമാണ്. അവർക്ക്, ദുര്യോധനന്റെ വാക്കുകളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഉദ്യോഗപർവത്തിലാണ്, കൃത്യം അധ്യായം എനിക്ക് ഓർമ്മയില്ല. അവർ നിർവികാരരും നിർഗുണരുമാണ്. നമ്മളും കേട്ടിട്ടുണ്ട് ഇതേപോലെ ഈശ്വരന്റെ ഡെഫിനിഷൻ എവിടെയൊക്കെയോ ഇല്ലേ. നിർഗുണരും നിർവികാരരുമായ ഈശ്വരന്, ദേവന്മാർക്ക് വികാരരും സഗുണരുമായ മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ വികാരമുള്ളവരായി തീരേണ്ടി വരും. അവർ ദേവത്വം നഷ്ടപ്പെട്ടവരായി തീരുമെന്നുള്ളത് കൊണ്ട് അവര് നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടുകയല്ല. നമ്മുടെ ഇപ്പൊ വിശ്വാസം ഏതാണ്ട് അതേപോലെയാ. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നറിഞ്ഞ ഈശ്വര വിശ്വാസികളായിരുന്നു നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായേനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഇരിക്കുന്നിടത്ത് പോയി കാണേണ്ടവനും നാം കൊടുക്കുന്നത് വാങ്ങിച്ച് അനുഗ്രഹിക്കേണ്ടവനുമാണ്. ദുര്യോധനനും അത് വെളിപ്പെടുത്തുന്നു. അച്ഛനിനിയും യാഗാദികളൊക്കെ ചെയ്ത് പാണ്ഡവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടി എന്ന വേവലാതിയാണുള്ളതെങ്കിൽ അതിന് ഭയപ്പെടേണ്ട അച്ഛാ, നമുക്ക് നടത്താം ഒരു യാഗം. കൃത്യമായി യാഗമന്ത്രങ്ങൾ ഉരുവിട്ടാൽ വന്ന് ഹവിസ് ഭുജിച്ച് അനുഗ്രഹിച്ചു പോവാനല്ലാതെ ദേവന്മാർക്ക് വേറെ ഗതിയൊന്നുമില്ല. ദുര്യോധനന്റെ ഈശ്വര സങ്കല്പം കേൾക്കുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് ഏകദേശം ഇതേപോലെയാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ഇതിൽ ഈശ്വര സങ്കല്പം. ഈശ്വരനെ അവിടെ പോയി കാണേണ്ടതും കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്താൽ പാപത്തിന് ആകെ ഒരു പ്രോട്ടോക്കോളേ ഉള്ളൂ, തദാസ്തു, അങ്ങനെ സംഭവിക്കട്ടെ.
അത് കൊടുക്കുന്നതൊക്കെ എണ്ണിച്ചുട്ടപ്പം പോലെയാണ്. 1/2 ലിറ്റർ പാൽപ്പായസം, 1 മീറ്റർ പട്ട്, ഊതിയാൽ പറക്കുന്ന താലി, ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് അനുഗ്രഹിക്കാൻ അല്ലാതെ ഇരുട്ടുമുറിയിൽ ഇരിക്കുന്ന സാധനത്തിന് അധികാരമില്ല എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ, പുരാണ ഇതിഹാസങ്ങൾ വായിച്ചിട്ടുള്ള നാം തിരിച്ചറിയേണ്ടതാണ്, സന്താനഗോപാലൻ കഥയിൽ ഒഴികെ ഈശ്വരൻ ആർക്കും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ദർശനം കൊടുത്തതായിട്ട് പുരാണ ഇതിഹാസങ്ങളിലില്ല. ഈശ്വരൻ എപ്പോൾ എവിടെ ദർശനം തരുന്നുവോ അത് നമ്മുടെ മുമ്പിലായിരിക്കും. നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ദർശനം തരുന്ന പരിപാടിയില്ല അവർക്ക്. ഗിരീഷ് കുമാർ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളല്ലേ. നാളെ 10:30 മണിക്ക് വൈകുണ്ഠത്തിലെത്തിയാൽ ദർശനം തരാം എന്ന് എനിക്കൊരു നോട്ടീസും വരാൻ പോകുന്നില്ല. അതിന് കാത്തിരിക്കുന്നതിൽ ഭഗവാന് വിരോധമൊന്നുമില്ല, എൻ്റെ സമയം തീർന്നു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ നമ്മളിരിക്കുന്നിടത്താണ് വന്ന് ദർശനം തരിക. നമ്മുടെ ധാരണ അവിടെ പോയി കാണേണ്ടതാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂജാമുറിയിലേക്കും ആശ്രമത്തിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ എന്ത് വൃത്തിയുള്ള ശരീരത്തോടു കൂടിയാ പോവുക, എന്ത് ഭംഗിയുള്ള വസ്ത്രമാണ് ധരിക്കുക. ആരോ പറഞ്ഞതനുസരിച്ച് കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളെ ഒട്ടൊന്നൊതുക്കി അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2ാമത്തെ അക്ഷരം പുറപ്പെടുവിക്കും, ആ. പക്ഷെ അതൊക്കെ ഒന്ന് ഒതുക്കി ആ ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കലാപരിപാടികൾ നടത്തുമ്പോൾ ഭഗവാനും ഭഗവതിയും അറിയാതെ പറഞ്ഞു പോകും, ആഹാ എത്ര സുന്ദരീ സുന്ദരന്മാരാ മനുഷ്യര്. പൂജാമുറിയിലെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ വാതിലടച്ചിടാൻ മറക്കാറില്ല നമ്മള്. എന്താ കാര്യം? അകത്തിരിക്കുന്ന സാധനമുണ്ടെങ്കിൽ. ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസം എന്ന് പറയണത്. ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തതിൽ ഉണ്ടെന്ന് കരുതുന്നതും വിശ്വാസം, ഇല്ല എന്ന് കരുതുന്നതും വിശ്വാസം. അകത്തിരിക്കുന്ന സാധനമുണ്ടെങ്കിൽ അതെങ്ങാനും നമ്മുടെ കൂടെ ബസ് സ്റ്റാൻഡിലേക്കും മാർക്കറ്റിലേക്കും സിനിമാ തിയേറ്ററിലേക്കും വർക്ക് സ്പേസിലേക്കും ഒക്കെ വന്നാൽ ആഹാ എന്ന് പറഞ്ഞ തിരുമുഖം അയ്യേ എന്ന് പറയാനിടയാകുമെന്നറിയാവുന്ന നമ്മള് പൂജാമുറി പൂട്ടിയിട്ടിട്ടാ ഇറങ്ങുക. നമ്മുടെ ധാരണ മൂപ്പര് മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെടില്ല, ഓഫീസിൽ പ്രത്യക്ഷപ്പെടില്ല, ബസ് സ്റ്റാൻഡിൽ പ്രത്യക്ഷപ്പെടില്ല, സിനിമാ തിയേറ്ററിൽ പ്രത്യക്ഷപ്പെടില്ല, ബസ്സിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഈശ്വരൻ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടുവാൻ സാധ്യതയുള്ള സത്യമാണ് എന്നുള്ളത് കൊണ്ട് ഈശ്വരൻ എപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ആഹാ എന്ന് പറയത്തക്ക വിധത്തിൽ ജീവിക്കുന്നവരാരോ അവർ മാത്രമാണ് ഈശ്വര വിശ്വാസികൾ. ബാക്കിയുള്ളവരൊക്കെ അപ്രന്റീസുകളാണ്. ബാക്കിയുള്ളതൊക്കെ ഈശ്വര വിശ്വാസി ബ്രാക്കറ്റിൽ അപ്രന്റീസ്. ഒറിജിനൽ ഈശ്വര വിശ്വാസികളല്ല. കാരണം ഒറിജിനൽ ഈശ്വര വിശ്വാസികൾ പത്രമാറ്റ് തങ്കം എവിടെയും തങ്കമായിരിക്കും, അതിനകത്ത് കലർപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈശ്വര വിശ്വാസം ദുര്യോധനന്റെ ഈശ്വര വിശ്വാസം പോലെയാണ്. അർജുനന്റെ ഈശ്വര വിശ്വാസം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. യുദ്ധം തുടങ്ങാനിരിക്കെ സർവത്ര സംശയമുള്ള ധർമ്മപുത്രര് അനുജനായ അർജുനനെ വിളിക്കുന്നു. അനിയാ ജയിക്കുമോ ഈ യുദ്ധം? മൂപ്പർക്ക് എല്ലാം സംശയം. നമ്മൾ ധരിക്കും മൂപ്പർക്ക് പേടിയായിട്ടാണെന്ന്. അല്ല, താൻ ചെയ്യുന്നതെല്ലാം എപ്പോഴും കൃത്യമായിട്ടുള്ളതായിരിക്കണമെന്ന വാശിയുള്ളവർക്ക്, നിർബന്ധ ബുദ്ധിയുള്ളവർക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു സംശയമുണ്ടാകും. അത് ഭയത്തിൽ നിന്നുണ്ടായ സംശയമല്ല, ധർമ്മത്തിൽ നിന്നുണ്ടായ പതർച്ചയാണ്. ധർമ്മം ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ ഒരു വേവലാതി ഉണ്ടാകും. നമുക്കങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. നമുക്കങ്ങനെ ധർമ്മം ചെയ്യണമെന്ന് മാത്രം വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, 4 പേര് കാണുമ്പം നന്നായി എന്ന് പറയണമെന്നല്ലാതെ വേറെയൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ധർമ്മപുത്രരുടെ മനോഭാവം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, അനിയാ ജയിക്കുമോ? അപ്പോഴാണ് അർജുനൻ തൻ്റെ ഈശ്വര സങ്കല്പം വെളിപ്പെടുത്തുകയാണ്. വ്യാസനും നാരദനുമൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ ജ്യേഷ്ഠ? ശ്രീകൃഷ്ണൻ എവിടെയാണോ അവിടെയാണ് ജയം. ശ്രീകൃഷ്ണൻ എവിടെയാണോ അവിടെയാണ് ജയം. എവിടെയായി ഈ ശ്രീകൃഷ്ണൻ യുദ്ധകളത്തിൽ? അർജുനന്റെ ഈശ്വരനായ ശ്രീകൃഷ്ണൻ എവിടെയാണ്? എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ആ ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കുന്നു. നിറന്ന പീലികൾ നിരക്കവേ കുത്തി, നെറുകയിൽ കൂട്ടി തിറമുടു കെട്ടി, കരിമുകിയിലൊത്ത ചികുരഭാരവും, അങ്ങനെ മണികൾ മിന്നീടും മണിക്കിരീടവും, അതിലങ്ങനെ പറഞ്ഞ് നനുനനെ കുനുകുനെ ചിന്നും കുറുനിരതന്മേൽ നനുനനെ പൊടിഞ്ഞൊരു പൊടി പച്ചി. ഭഗവാന്റെ നെറ്റിത്തടത്തില് പൊടി പറ്റിപ്പിടിക്കണമെങ്കിൽ വേർപ്പുണ്ടാകണം. അത് മാത്രമല്ല, നാസികയിലും അദ്ദേഹത്തിൻ്റെത്
പൊടി പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാസികയിലും ഇതേപോലെ നന്നു തന്നെ പൊടിഞ്ഞോരു പൊടി പറ്റി തിലവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചു ഇളകുന്ന ചില്ലിയുകള ഭംഗിയും. വിയർപ്പിനാൽ നനഞ്ഞ് ഭഗവാന്റെ മൂക്കുമൊക്കെ വേർതിരിക്കുകയാണ്. എവിടെയാണ് ഈ ഭഗവാൻ ഇരിക്കുന്നത്? പദസരോരുഹയുഗം എന്നുടെ ഹൃദയം തന്നിൽ അങ്ങിരിക്കും പോലെ ആ മണിരഥം തന്നിൽ അകം കുളിർക്കവേ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ. എഴുത്തച്ഛൻ പറയുന്നതാണ്. എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ ആ മണിരഥത്തിൽ തെളിഞ്ഞു കാണുന്നത്. കുറുനിരകളിൽ പൊടിപറ്റി വിയർപ്പിനാൽ നനഞ്ഞ മൂക്കോടുമൊക്കെ കൂടി ഭഗവാൻ എവിടെയാണിരിക്കുന്നത്? അർജുനന്റെ തേരും തെളിച്ചുകൊണ്ട് യുദ്ധകളത്തിൽ നിൽക്കുകയാണ്. ഭഗവാൻ ഭക്തന്റെ നികടവാസിയായിട്ട് നിൽക്കുന്നു. ഭഗവാൻ ഭക്തന്റെ ശരീരം വേർക്കുമ്പോൾ വേർക്കുന്ന ശരീരമുള്ളവനായി, തൻ്റെ ശിഷ്യന്റെ ശരീരത്തിൽ ക്രൂരമ്പുകളേൽക്കുമ്പോൾ തൻ്റെ ശരീരത്തിലും ക്രൂരമ്പുകളേൽക്കുവാൻ സന്നദ്ധനായി, ശിഷ്യൻ വെയിലുകൊള്ളുമ്പോൾ താനും വെയിലുകൊള്ളുവാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ ഭക്തന്റെ അനുഭവങ്ങളെ അതേപോലെ അനുഭവിക്കുവാൻ സന്നദ്ധനായ ഭഗവാൻ. ആ ഭഗവാൻ ആരുടെ കൂടെയാണോ ഉള്ളത് അവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരാൾക്കാണോ തന്നോടൊപ്പം എല്ലായ്പ്പോഴും ഭഗവാൻ ഉണ്ട് എന്ന ബോധമുള്ളത്, ഏതൊരാൾക്കാണോ തൻ്റെ ശരീരം വിയർക്കുമ്പോൾ തൻ്റെ ഭഗവാന്റെയും ശരീരം വിയർക്കും, തനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ തൻ്റെ ഭഗവാനും ദുഃഖിക്കും, തനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഭഗവാനും ദുഃഖിക്കുമെന്ന് വ്യാസൻ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത് അഭിമന്യു മരിച്ചു കിടക്കുമ്പോഴാണ്. അഭിമന്യുവിന്റെ മരണമുണർത്തുന്ന കഠോരമായ ദുഃഖത്താൽ വെന്ത് നീറുന്ന അർജുനന്റെ ദുഃഖം കണ്ടിട്ട് അന്നു രാത്രിയിൽ ഭഗവാൻ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യാസൻ വർണ്ണിക്കുമ്പോഴാണ് നമുക്കിത് കൂടുതൽ വ്യക്തമായി തെളിയുക. നികടവർത്തിയായ ഈശ്വരൻ ആർക്കാണോ ഉള്ളത്, ആർക്കാണോ ഈശ്വരൻ ശ്വാസോച്ഛ്വാസത്തെക്കാൾ അടുത്തായിട്ടുള്ളത്, അവന്റെ ജീവിതത്തിൽ മാത്രമേ അർജുനനുണ്ടായതുപോലത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുകയുള്ളൂ. ദുര്യോധനന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. ദുര്യോധനന്റെ ജീവിതം പരമസുഖമാണെന്ന് ധരിക്കുന്നവരൊന്ന് ചിന്തിക്കണം. ദുര്യോധനൻ എന്താ ചെയ്തത്? വെളിച്ചാവുമ്പം എഴുന്നേക്കും, എണ്ണ തേച്ച് കുളിക്കും, മൃഷ്ടാന്നം ഭുജിക്കും, നായാട്ടിന് പോകും, തിരിച്ചു വരും. വെളിച്ചാവുമ്പം എഴുന്നേക്കും, എണ്ണ തേച്ച് കുളിക്കും, മൃഷ്ടാന്നം ഭുജിക്കും, നായാട്ടിന് പോകും, തിരിച്ചു വരും. ഇങ്ങനെയാണ് അങ്ങേരുടെ എല്ലാ ദിവസവും. ഒന്നും നേടിയിട്ടില്ല മൂപ്പര്. ഒരു നേട്ടവും ഉണ്ടാകാത്ത മനുഷ്യനാണ് ദുര്യോധനൻ. അർജുനനോ ഒരുപാട് ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുഃഖഭൂയിഷ്ടമായ ജീവിതത്തിലൂടെ അർജുനൻ നേടിയ നേട്ടങ്ങളാണ് അർജുനനെ അർജുനനാക്കിയത്. ആ നേട്ടങ്ങളാണ് പാഞ്ചാലി, ആ നേട്ടങ്ങളാണ് പാശുപതം, ആ നേട്ടമാണ് നാഗലോകത്തിലെ ഉലൂപി, ആ നേട്ടമാണ് ഉർവശി ശാപവും. നേട്ടങ്ങൾ ദുഃഖത്തിലൂടെയാണ് അർജുനൻ നേടിയത്. അവർ ദുഃഖിച്ചാണ് കാട്ടിൽ വാണത് എന്ന് വ്യാസഭഗവാൻ പറഞ്ഞിട്ടില്ല. അവർ കാട്ടിലും സന്തോഷത്തോടു കൂടി തന്നെയാണ് വാണത്. ആ സന്തോഷത്തിൽ അവർ നേടിയ നേട്ടങ്ങളാണ് അവരെ ശ്രേഷ്ഠരാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഈശ്വരൻ അയച്ചു തരുന്ന കോപങ്ങളല്ല, ഈശ്വരൻ അയച്ചു തരുന്ന അനുഗ്രഹങ്ങളാണ് പ്രതിസന്ധികൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പുനരവലോകനത്തിലൂടെ മാത്രമേ നാം അറിയാതെ കിടക്കുന്ന നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിലെ കഴിവും കഴിവുകേടുകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിലെ കഴിവും കഴിവുകേടുകളും നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നമ്മളെ മനസ്സിലാകുമ്പോൾ നാം തിരിച്ചറിയുന്നതാണ് നാം ഓരോരുത്തരും ഈശ്വരനാണ് എന്നുള്ള പരമതത്വം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ് പ്രതിസന്ധി എന്നുള്ളത് കൊണ്ട് വ്യാസൻ മനോഹരമായിട്ട് അർജുനന്റെ തളർച്ചയെ വർണ്ണിക്കുന്നു. കൃപയാ പരയാവിഷ്ട. ഈ വരിക്ക് വ്യത്യസ്താർത്ഥങ്ങളുണ്ട്. സഞ്ജയൻ
ധൃതരാഷ്ട്രരോട് പറയുകയാണ്, പരമമായ കൃപയാൽ ആവിഷ്ടനായി അർജുനൻ തീർത്ഥടത്തിൽ തളർന്നിരുന്നു. കൃപ എന്നുള്ള വാക്കിന് കരുണ, ദയ എന്നർത്ഥം. അത് സഞ്ജയന്റെ ഇന്റർപ്രിട്ടേഷനാണ്. സഞ്ജയൻ ഇന്റർപ്രറ്റ് ചെയ്തതുപോലെയല്ല അർജുനന്റെ തളർച്ച എന്ന ആക്ടിനെ ശ്രീകൃഷ്ണൻ ഇന്റർപ്രറ്റ് ചെയ്തത്. കൃപ എന്ന വാക്കിന് കൃപ എന്ന വാക്കിന് ദയാ, കാരുണ്യം എന്ന് മാത്രമല്ല അർത്ഥം. കൃപ് എന്ന ധാതുവിൽ നിന്നാണ് ആ വാക്കുണ്ടാകുന്നത്. അതിന്റെ അർത്ഥം ബലഹീനനാവുക എന്നാണ്. ടു ബി വീക്ക് എന്നാണ് മോണിയർ വില്യംസിന്റെ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ളത്. കൃപ് എന്ന ധാതു, ബലം ഇല്ലാത്തവനാവുക. ഇതാണ് കൃഷ്ണൻ മനസ്സിലാക്കിയത്. നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? 2-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തില് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപ എന്ന് പറയുമ്പോഴാണ്. അർജുനന്റെ ഈ തളർച്ച കാരുണ്യം കൊണ്ടോ ദയ കൊണ്ടോ അല്ല, മറിച്ച് ഹൃദയ ദൗർബല്യം കൊണ്ടാണ് എന്ന് കൃഷ്ണൻ തിരിച്ചറിയുന്നു എന്ന് നാം 2-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതൊന്നും മനസ്സിലാവില്ല 10-ാമത്തെ ശ്ലോകം മുതൽ ഗീത പഠിച്ച. ഇതൊക്കെ മനസ്സിലാകാതെ 10-ാമത്തെ ശ്ലോകം മുതൽ ഗീത പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ തെളിവ്? നമ്മളൊക്കെ തന്നെ അതിന് തെളിവ്. ഇതിനൊക്കെ തെളിവ് പുറത്തൊന്നും പോണ്ട. ഇപ്പൊ നമ്മൾ തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗീതയുടെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് 1-ഉം 2-ാമത്തെ അധ്യായത്തിലെ 10-ാം ശ്ലോകം വരെയും. അത് പഠിക്കാതെ ഗീത യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് തിരിച്ചു വരാം. കൃപ എന്നുള്ള വാക്കിന് ദയാ, കാരുണ്യം എന്ന് മാത്രമല്ല അർത്ഥം. കൃപ എന്നുള്ള വാക്കിന് ബലഹീനനാവുക. തൻ്റെ ആൾക്കാരെ കണ്ടിട്ട് താൻ സമീക്ഷ്യ സ കൗന്തേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ സർവബന്ധൂൻ സമീക്ഷ്യ സപാർത്ഥ. ആ പാർത്ഥൻ അവിടെ സമാഹിതരായിരിക്കുന്ന സകല ബന്ധുക്കളെയും കണ്ടിട്ട് പരമമായ കൃപയോട് കൂടിയിട്ട്, പരമമായ ദയയോട് കൂടിയിട്ട് തളർന്നിരുന്നു എന്ന് സഞ്ജയൻ, പരമമായ ബലഹീനതയ്ക്ക് വിധേയനായിട്ട് തളർന്നിരുന്നു എന്ന് ശ്രീകൃഷ്ണൻ തന്നെ ആ വ്യാസ ഭഗവാൻ ഇതിൽ ഒരർത്ഥവും കൂടി ഉൾപ്പെടുത്തുന്നു. പരമമായ ബിയോണ്ട് എവറിത്തിങ് ആയിട്ടുള്ള കൃപ ആരുടെ കൃപയാണ്? എല്ലാത്തിനേക്കാളും ഉപരിയായി നിൽക്കുന്ന കൃപ ഈശ്വരന്റെ കൃപ. ഈശ്വരന്റെ കൃപയാൽ തളർന്നിരുന്നവനായി അർജുനന്റെ തളർച്ച ഒരു നെഗറ്റീവ് ആക്ട് അല്ല, അതൊരു വീക്ക്നെസിന്റെ ആക്ട് അല്ല, അത് ഗ്രേസിന്റെ ആക്ടാണ്. അത് ഈശ്വരാനുഗ്രഹത്തിന്റെ നടനമാണ്. ഈ ഈശ്വരാനുഗ്രഹം അർജുനൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് പരമപവിത്രവും അതിരഹസ്യവുമായിട്ടുള്ള ഗീത എന്നുള്ള വാക്കിന് ഉപദേശം എന്നാണ് അർത്ഥം. ഭഗവത്ഗീത എന്നാണ് ഈ പുസ്തകത്തിനെ വിളിക്കുന്നത്. ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടത് എന്നർത്ഥം. ഭഗവത്ഗീതം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ പാടിയത് എന്നർത്ഥം. ഭഗവത്ഗീത, ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ഉപദേശം ശ്രവിക്കുവാൻ അർജുനനിടയായത് പരമമായ കൃപയാലാവിഷ്ടനായതുകൊണ്ടാണ്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്, നോട്ട് ഓഫ് ഡിസ്ഗ്രേസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ്. ഈ ഗീത ഈശ്വരന്റെ കൃപയാണ്. അർജുനന്റെ തളർച്ചയും ഈശ്വരന്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽപ്പെട്ട് നാം തളർന്നു പോകുമ്പോൾ പതറേണ്ട ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആവിർഭവിക്കുവാൻ വഴി തേടുക മാത്രമാണ്. ആ പ്രതിസന്ധികളെ ധൈര്യപുരസരം നേടുക, ജീവിതത്തിൽ രക്ഷയ്ക്കായി അവതരിക്കുന്ന ഈശ്വരന്റെ ഉപദേശം കേട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു രീതിയിലുള്ള പ്രതിസന്ധികളും നമ്മളെ പതറിക്കാൻ പാടുള്ളതല്ല. കാരണം പ്രതിസന്ധി ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്, ഈശ്വരകോപം കൊണ്ടൊന്നുമല്ല. ഇനി അഥവാ നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ ഒന്നുകൂടി എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈശ്വരൻ കോപിച്ചാൽ രക്ഷപ്പെട്ടു. മഹിഷാസുരനോട് ഈശ്വരൻ കോപിച്ചു, രക്ഷപ്പെട്ടില്ലേ? ഒരു പണിയും ചെയ്യാതെ ആ മൂപ്പര് 18 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവതിയെ കണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ എന്തൊക്കെ ചെയ്തു നോക്കുന്നു, സ്വപ്നത്തിൽ പോലും ഈ സാധനം വരുന്നില്ല. ഒരു പണിയും ചെയ്യാതിരിക്കുന്നവന്റെ മുമ്പിലേക്ക് ദാ വരുന്നു 18 കൈകളോടുകൂടി സിംഹവാഹിനിയായ ദേവി മാഹാത്മ്യം 2-ാമത്തെ അധ്യായം അതിമനോഹരമായിട്ടാണ് ദേവിയെ വർണ്ണിക്കുന്നത്. ഒരു കാല് സിംഹത്തിന്റെ മുകളിൽ വെച്ച് മറ്റൊരു കാല് ഭൂമിയിൽ ഊന്നി കിരീടം കൊണ്ട് നമസ്സിനെ സ്പർശിച്ച് ദിക്ക് വിദിക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കൈകളോട് കൂടിയിട്ടുള്ള ഭഗവതിയെ ഒരു പ്രയാസവും കൂടാതെ മൂപ്പര് കാണാണ്. പ്രതിസന്ധികളിലാണ് ഈശ്വരൻ അവതരിക്കുക. ഈശ്വരൻ കോപിച്ചാൽ രക്ഷപ്പെട്ടു. ഈശ്വരൻ കോപിച്ചു, മഹിഷാസുരൻ അമരനായി തീർന്നു.
ദേവി കോപിച്ചു, ശുംഭനിശുംഭന്മാർ അമരരായി തീർന്നു. ഭഗവാൻ കൃഷ്ണൻ കോപിച്ചു, ചാണൂരൻ, പൂതന, ഭഗൻ, കംസൻ, ശിശുപാലൻ, ഇവരൊക്കെ, ജരാസന്ധൻ, ഇവരൊക്കെ അമരരായി തീർന്നു. എൻ്റെ നിങ്ങളുടെ ഒന്നും പേര് ഈശ്വരൻ ഒന്നും കോപിച്ചിട്ടില്ല. മക്കൾ പോലും ഓർക്കുകയല്ല. മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേരൊന്ന് പറയാവോ? രണ്ടാമത്തെ സ്വരം പുറപ്പെടുവിക്കേണ്ടി വരും. അറിയേല. അറിയാത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മൂപ്പര് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ ഉണ്ടുറങ്ങി കാലിയായി പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരോടാണോ ഈശ്വരൻ കോപിക്കുന്നത് അവർ രക്ഷപ്പെട്ടു. ഈശ്വര കോപം പോലും അനുഗ്രഹമായി കണ്ടിട്ടുള്ള പുണ്യ പുരാതന സംസ്കാരം, ഈശ്വരന്റെ കോപത്തെ പോലും ഏറ്റുവാങ്ങുന്ന സംസ്കാരം, ഈ ഈശ്വര കോപം മുഴുവൻ മോശമാണ് എന്ന ബോധം നമുക്കുണ്ടായത് സെമിറ്റിക് മതങ്ങളുമായിട്ടുള്ള സഹവാസത്തിലൂടെയാണ്. നമ്മുടെ ഈശ്വരന്റെ കോപം പോലും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടായിരിക്കാം കാമുകി കാമുകന്മാര് തമ്മിൽ അവരുടെ പ്രേമം അഭ്യർത്ഥന നടത്തുമ്പോൾ പറയാറുണ്ട്, നീ ഒന്നുകിൽ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറ, അല്ലെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറ. നിന്റെ ഈ ഇൻഡിഫറൻസ് എനിക്ക് അസഹ്യമാണ്. ഈശ്വരന്റെ കോപം പോലും അനുഗ്രഹമാണ്. ഈശ്വര കോപം ശ്രേഷ്ഠമായതാണ്. കോപം കൊണ്ടുണ്ടായതാണെങ്കിലും ഈശ്വരന്റെ ഇടപെടലുകൾ ശ്രേഷ്ഠമായിരിക്കും. ശാപങ്ങളെല്ലാം പിൽക്കാലത്തെ മഹാനുഗ്രഹങ്ങളായി മാറ്റുന്ന പുരാണ പുണ്യകഥകൾ നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും തളരാതെ ഈശ്വരന്റെ ഗ്രേസ് ആണ്, അത് ഡിസ്ഗ്രേസ് അല്ല എന്ന ബോധത്തോടുകൂടി ജീവിതത്തെ നേരിടുന്നവർക്ക് ഉപദേശങ്ങൾ ഭഗവാൻ തന്നവരെ സ്തുത്യർഹമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് വ്യാസഭഗവാൻ ഗീതയിലൂടെ ഈ സന്ദർഭത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇവിടെ അർജുനൻ പിന്നീട് യുദ്ധം ചെയ്യാൻ മടിക്കുകയാണ്. എൻ്റെ ആൾക്കാരെ കണ്ടിട്ട് ഇവരെ കൊന്നിട്ടാണോ കൃഷ്ണ ഞാൻ ഈ രാജ്യത്തെ നേടേണ്ടത് എന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ, അത് മുഴുവൻ ചോദിച്ചാൽ നമ്മുടെ സമയം തികയില്ല. അപ്പൊ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അർജുനൻ ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാണ്ഡീവവും വില്ലും താഴെ വയ്ക്കുക, വില്ലും അമ്പും വില്ലും താഴെ വയ്ക്കുകയാണ്. യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേഹന്യുസ് തന്മേ ക്ഷേമതരം ഭവേത്. അഹിംസയുടെ മൂർത്തിമദ്ഭാവം എന്ന് വാഴ്ത്താം വേണമെങ്കിൽ അർജുനനെ എന്താ അദ്ദേഹം പറയണത്? അല്ലയോ കൃഷ്ണ, ധാർത്തരാഷ്ട്രന്മാർ, ആയുധധാരികളായിട്ടുള്ള ധാർത്തരാഷ്ട്രന്മാർ നിരായുധനായിരിക്കുന്ന എന്നെ കൊന്നാലും വേണ്ടില്ല, അവരെ കൊല്ലാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരായുധനായിരിക്കുന്ന എന്നെ സായുധരായിരിക്കുന്ന ധാർഷ്ട്രന്മാർ കൊല്ലുകയാണ് ഈ യുദ്ധത്തിൽ ക്ഷേമതരം എന്ന് ധരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഇന്നായിരുന്നു അർജുനൻ ഈ പണി ചെയ്തിരുന്നതെങ്കിൽ ഒരു നോബൽ പ്രൈസ് കിട്ടിയേനെ. ഒരു വലിയ വാർ അവോയ്ഡ് ചെയ്തില്ലേ ഈ മഹാത്മാവ്? അഹിംസയുടെ പരമപദമായിട്ട് ഇദ്ദേഹത്തെ വാഴ്ത്തിയേനെ. ഇതല്ല അഹിംസ. അഹിംസ എന്ന് പറയുന്നത് ഇതല്ല എന്ന് ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ ഹിംസിക്കാതിരിക്കൽ മാത്രമല്ല അഹിംസ, തന്നെ ഹിംസിക്കാതിരിക്കുന്നതും കൂടിയാണ് അഹിംസ. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നത് മാത്രമല്ല അഹിംസ, തന്നെയും കൂടി ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അഹിംസ. ഇന്ന് അഹിംസ കപടതയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെവി കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങളെ കൊണ്ടത് കേൾപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പണിയാണ് അഹിംസ. നിങ്ങൾക്ക് വിയോജിക്കാം കേട്ടോ. ഞാൻ പറയുന്ന ഏത് അഭിപ്രായവുമായിട്ട് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിയോജിക്കാം, വിരോധമില്ല. നമുക്കൊരു ഉദാഹരണം എടുത്ത് അതൊന്ന് ചിന്തിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റേതാണെന്ന് ഞാൻ അഭിമാനിക്കുന്ന പുസ്തകം, ഈ പുസ്തകം ഞാനിവിടെ വെച്ചിട്ട് പോയപ്പം നിങ്ങളത് വന്ന് എടുത്തു. അപ്പോഴത്തേക്ക് ഞാനും ഓടി വന്നിട്ട് ഇതെൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പുസ്തകമൊന്നുമല്ല, ഇത് ഇവിടെ വെറുതെ ഇരുന്ന പുസ്തകമാണെന്ന് പറഞ്ഞ് നിങ്ങളും പിടിച്ചു. നമ്മൾ തമ്മിൽ പിടിവലി ഉണ്ടായി. ഒന്നുകിൽ എൻ്റേതാകും പുസ്തകം, അല്ലെ നിങ്ങളുടേതാകും പുസ്തകം. ഇതൊന്നും സംഭവിച്ചില്ല. ഈ പുസ്തകം ആരുടേതും അല്ലാതായി കീറിപ്പോകും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. പക്ഷെ നിങ്ങൾ ഈ പുസ്തകം അങ്ങോട്ട് എടുത്തു മാറിക്കഴിഞ്ഞ ഉടനെ ആ പുസ്തകം എൻ്റേതാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് കണ്ട ഞാൻ എൻ്റെ നെഞ്ചത്തിട്ടടിക്കാൻ തുടങ്ങുകയാണ്. ആ പുസ്തകം എൻ്റേതാണേ, ആ പുസ്തകം എൻ്റേതാണേ, ആ പുസ്തകം എൻ്റേതാണേ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും ബാക്കി നിങ്ങളിലുണ്ടെങ്കിൽ എന്നാ കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഇട്ടു പോകും. അതല്ല അഹിംസ. എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ, ഞാൻ
പീഡനം സഹിക്കുന്നതല്ല അഹിംസ. അഹിംസ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കൽ മാത്രമല്ല, തന്നെയും കൂടി ഉപദ്രവിക്കാതിരിക്കലാണ് അഹിംസ. കാരണം ഈ ശരീരം ഞാനാകുന്ന ബോധത്തിന്റെ അതിഥി മാത്രമാണ്. ശരീരത്തിലെ അതിഥിയല്ല ഞാൻ, എന്റെ അതിഥിയാണ് ശരീരം. ഞാൻ വിവിധ ശരീരങ്ങളാണ് എടുത്തിട്ടുള്ളത്. മാറി മാറി വീട്ടിൽ വരുന്നവരാണ് അതിഥികൾ, മാറാതെ നിൽക്കുന്നതാണ് ആതിഥേയൻ. അതുകൊണ്ട് എന്റെ അതിഥിയാണ് ശരീരം, ശരീരത്തിന്റെ അതിഥിയല്ല ഞാൻ. അതിഥി ദേവോഭവ, തൈത്തിരീയ ആരണ്യകത്തിൽ പറയുന്നു. അതിഥി ഈശ്വരനാണ്. ഈ ശരീരമാകുന്ന അതിഥിയെ ഒരു രീതിയിലും ക്ലേശിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും എനിക്ക് അധികാരം ഇല്ല. അതുകൊണ്ട് പീഡനമല്ല അഹിംസ. നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് നിങ്ങൾക്ക് ചെയ്യുവാനും എനിക്ക് ചെയ്യുവാനുള്ളത് എനിക്ക് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകലാണ് അഹിംസ. നിങ്ങളെ ബോധവത്കരിക്കാൻ എനിക്ക് ശ്രമിക്കാം. എന്നെ ബോധവത്കരിക്കാൻ അത് നടക്കുമെങ്കിൽ, ബോധവത്കരണം കൊണ്ട് ഒരു ചുക്കും നടക്കുകയില്ല എന്ന് ഡൽഹിയിലെ റേപ്പിന് ശേഷമുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. ബോധവൽക്കരണങ്ങൾ നടത്താൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ നിർബന്ധിച്ച് ഒരാളെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കുന്നത് ശാശ്വതമല്ല. അത് അഹിംസയല്ല, അത് ഹിംസയാണ്. ശരീരപീഡനം ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അഹിംസ, മറ്റുള്ളവരുടെ ആശയത്തെ അതിക്രമിച്ച് തൻ്റെ ആശയം സ്ഥാപിക്കാതിരിക്കുന്നതും അഹിംസയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ബുദ്ധിമുട്ട് വേണേലും അനുഭവിച്ചോട്ടെ, നിങ്ങളൊരു ബുദ്ധിമുട്ടും അനുഭവിക്കരുതേ എന്നുള്ള മനോഭാവം അഹിംസയല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇതൊന്നും ബാലേ ബേഷ് അർജുന നീ മഹാത്മാവാണെന്ന് പറയാതിരുന്നത്. നേരെ പറഞ്ഞ് മറിച്ച് 2-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതെന്താ? കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. മഹാമോശമായ വാക്കുകളിലാണ് ഭഗവാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ ക്ഷേമതരം ഭവേത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് അഹിംസയല്ല, പ്രതികരിക്കാതിരിക്കലുമല്ല ഭാരതീയ സംസ്കാരം. അങ്ങനെ ഒരു ഭാരതീയ ആധ്യാത്മികതയെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. സ്പിരിച്വലായി കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാൻ പാടില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് അധികം കരയാൻ പാടില്ല, കരയാനേ പാടില്ല, അധികമല്ല കരയാനേ പാടില്ല. കരഞ്ഞാൽ വിവേകം ഉണ്ടാവില്ല. ചിരിക്കാൻ പാടില്ല, അയാൾ ദേഷ്യപ്പെടാൻ പാടില്ല, അയാൾ ഒരു വികാരവുമില്ലാത്ത നിർവികാരനായിരിക്കണം. കാരണം ഈശ്വരൻ നിർവികാരനല്ലേ. അതുകൊണ്ട് വികാരമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനും ഒരു പാറയും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ നമ്മൾ പറയും പാറയ്ക്ക് മനസ്സില്ല എന്ന്. ഉറപ്പുണ്ടോ? ഏതെങ്കിലും ഒരു പാറ ഇന്ന് വരെ വന്ന് പറഞ്ഞിട്ടുണ്ടോ മനസ്സില്ല എന്ന്? ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം അങ്ങനെ എന്തൊക്കെ പറയും, എന്തൊക്കെ മാറ്റി പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് ബിഗ് ബാങ് ഉണ്ടായിട്ടില്ല എന്ന്. ഇത്രയും കാലം അവർ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ബിഗ് ബാങ്കിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അതേ ഈ അടുത്ത കാലത്ത് കുറച്ച് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് അവര് പറഞ്ഞത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കലല്ല ഭാരതീയ സംസ്കാരം, കൃത്യമായി പ്രതികരിക്കലാണ് ഭാരതീയ സംസ്കാരം. ധാർമ്മികമായ രീതിയിൽ കൃത്യമായി പ്രതികരിക്കലാണ് ഭാരതീയ സംസ്കാരം. അങ്ങനെ പ്രതികരിച്ചവരാണ് ദുർവാസാവ്. അങ്ങനെ പ്രതികരിച്ച മഹാത്മാവാണ് വ്യാസൻ. തന്റെ വീട്ടിലെ നന്ദിനി പശുവിനെ അഷ്ടവസുക്കള് കെട്ടഴിച്ചു കൊണ്ടുപോയപ്പം വിളിച്ചു വരുത്തി ശപിച്ച പാർട്ടിയ വസിഷ്ഠൻ. പൊയ്ക്കോട്ടെ, ഞാൻ സ്പിരിച്വലാണ്, അതുകൊണ്ട് ഈശ്വരൻ നിശ്ചയിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിൽ എന്തും സംഭവിക്കുക, നന്ദിനി പോയാ പോട്ടെ എന്ന് വസിഷ്ഠൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ധാർമ്മികമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതി. പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പണ്ട് പാമ്പിന് സംഭവിച്ചത് സംഭവിക്കും. ഒരു നാട്ടിലൊരു പാമ്പുണ്ടായിരുന്നു, ഒരു മൂർഖൻ. ആരാ വഴി പോയാലും അത് ചീറ്റിക്കൊത്തും. അതിന്റെ ശല്യം സഹിക്കാൻ വയ്യാത്ത നാട്ടുകാർ അതുവഴി വന്ന ഒരു യോഗിവര്യനോട് അഭ്യർത്ഥിച്ചൊന്ന് ഉപദേശിക്കാൻ. സർവാന്തര്യാമി സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ ആചാര്യനായ യോഗിയുടെ ആഹ്വാനത്തിൽ പാമ്പ് അവിടെ ചെന്നു. പാമ്പിനോട് ചോദിച്ചു, പാമ്പേ നീ നാട്ടുകാരെ കൊത്താറുണ്ടോ? ഉവ്വ് കൊത്താറുണ്ട്. നിന്നോട് ഞാൻ ആജ്ഞാപിക്കുകയാണ്, എൻ്റെ സകല ശക്തികളും ഉപയോഗിച്ച് ഞാൻ നിന്നോട് ഇത് ആജ്ഞാപിക്കുന്നു, ഇനി മേലാൽ പാമ്പേ നീ ആരെയും കൊത്തരുത്. അന്ന് മുതൽ പാമ്പ് ഇഷ്ടമല്ലെങ്കിലും കൊത്തിയില്ല. പാമ്പ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സർവാന്തര്യാമി സ്വരൂപത്തെ അറിഞ്ഞ മഹാത്മാക്കളുടെ വാക്കുകൾ പാലിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. സൂര്യചന്ദ്രന്മാർ പോലും അവരുടെ വാക്കുകൾ പാലിക്കുമെന്നുള്ളത് കൊണ്ടാണ് ശീലാവതിയുടെ ഭർത്താവിൻ്റെ രോഗമൊക്കെ മാറിയത്. ശീലാവതി പണ്ട് പറഞ്ഞു സൂര്യൻ ഉദിക്കില്ല എന്ന്, സൂര്യൻ ഉദിക്കാൻ പറ്റാണ്ടായി. അപ്പം വാക്ക്
പാലിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. പാമ്പ് പിന്നീട് ആരെയും കൊത്താതായി. കൊത്താത്ത പാമ്പിനെ കണ്ട നാട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഓരോ മേട് കൊടുക്കാൻ തുടങ്ങി. പാമ്പിനെ കണ്ടാൽ കല്ലെറിയും, പാമ്പിനെ കണ്ടാ വടിയെറിയും. അങ്ങനെ നാട്ടുകാരുടെ ഏറും അടിയും ഒക്കെ സഹിച്ച് ചത്തത് നോക്കുമേ ജീവിച്ചിരിക്കുന്ന പോലത്തെ പാമ്പ് രക്ഷപ്പെട്ട് വഴിയോരത്തിൽ കിടക്കുന്ന സമയത്ത് നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ യോഗിവര്യൻ വീണ്ടും വന്നു. ആ യോഗിവര്യൻ തൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചതഞ്ഞ പത്തി ഒന്ന് ഉയർത്തി പാമ്പ് പാതറിയ ശബ്ദത്തിൽ വിളിച്ചു, സ്വാമി കേൾക്കാമോ? നമ്മുടെ വിളി പോലെ, അമ്പലത്തിൽ പോയി നിന്നിട്ട് വിളിക്കുന്ന പോലെ. അമ്പലത്തിൽ പോയി നിന്നിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് പോലെ പാമ്പ് യോഗിവര്യനെ വിളിച്ചു, സ്വാമി ജീവിതത്തിന്റെ മുഴുവൻ അടികളും കൊണ്ട് ഒരു രീതിയിലും എഴുന്നേക്കാൻ പറ്റാത്ത നമ്മൾ ഭക്തശിരോ, എൻ്റെ വാക്കുകളിലെ പരിഹാസ്യതയൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ, നാളെ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ക്ഷമ പറഞ്ഞോളാം. പക്ഷെ ഇതിങ്ങനെ അല്ലാതെ പറഞ്ഞാൽ ഇത് കൊള്ളില്ല, കൊണ്ടില്ലെങ്കിൽ ഇത് ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഈ പറയണത്. ഇതൊന്നും മോശമായത് കൊണ്ടല്ല, ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി നിന്ന് ഭഗവാനെ രക്ഷിക്കണേ എന്ന് വളരെ ഫീബിളായിട്ടുള്ള സ്വരത്തിൽ പറയുന്നത് പോലെ പാമ്പ് പത്തി വിടർത്തി പറഞ്ഞു, സ്വാമിക്ക് എവിടുന്നാന്ന് മനസ്സിലായില്ല. നമ്മുടെ ദൈവങ്ങൾക്ക് നമ്മുടെ വിളി എവിടുന്നാന്ന് മനസ്സിലാവാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ഇത് എവിടുന്നായി വിളിക്കുന്നത്? വളരെ സ്വാമി രണ്ടാമതും മൂന്നാമതും ഒക്കെ വിളിച്ചപ്പോ അതാ കിടക്കുന്നു ചതഞ്ഞറിഞ്ഞൊരു സാധനം. പതുക്കെ പത്തിയൊക്കെ ഉയർത്തി പാമ്പ് ചോദിച്ചു, സ്വാമി ഓർമ്മയുണ്ടോ ഈ മുഖം? പാമ്പിനൊരു ഓർമ്മയുണ്ടായിരുന്നില്ല, സ്വാമിക്ക് ഒരു ഓർമ്മയില്ല ഈ മുഖത്തെ. കാരണം ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ പാമ്പ് പരിചയപ്പെടുത്തി, പണ്ടൊരു ഉശിരം പാമ്പിനെ കണ്ടത് ഓർമ്മയുണ്ടോ? നീയായിരുന്നോ അത്? നിനക്കെങ്ങനെ വന്നു പാമ്പേ ഈ ഗതികേട്? അങ്ങ് പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞതാ. നമ്മളിപ്പോൾ അങ്ങനെയാ പറയണം. നമ്മുടെ മഹർഷീശ്വരന്മാര് പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് നമ്മളിപ്പം ഇതേപോലെ ചതഞ്ഞരഞ്ഞവരായി തീർന്നത്. ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? കൊത്തരുത് എന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്തു? ഞാൻ കൊത്തിയില്ല. ചീറ്റരുത് എന്ന് ഞാൻ പറഞ്ഞു പാമ്പേ നിന്നോട്. പറഞ്ഞിട്ടില്ല. എഴുതാപ്പുറം വായിച്ച് നീ നിന്റെ ജീവിതത്തെ കുളമാക്കിയതിന് എന്നെ ഉത്തരവാദിയാക്കിയാൽ അതിൽ അർത്ഥമില്ല. ധാർമ്മികമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ആധ്യാത്മികത. ഇത്രയും പറഞ്ഞുകൊണ്ട് ഏവമുക്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസ. അമ്പും വില്ലും മാറ്റി വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ധനുരുദ്യമ്യ സംസ്രതേ ഗാണ്ഡീവം സംസതേ ഹസ്താത്. ഇപ്പൊ പറയണത് വിസൃജ്യ സശരം ചാപം, ശരത്തോടു കൂടിയ ചാപത്തെ വിസർജിച്ചിട്ട് പുറത്തേക്ക് വിട്ടിട്ട് ഇരുന്നു. അപ്രതീകാരനായി, പ്രതികരിക്കില്ലേ? ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ ഇരിക്കുകയാണ് അർജുൻ. അങ്ങനെ നമുക്ക് അർജുനെ അവിടെ ഇരുത്തിയിട്ട് നാളെ വന്നിട്ട് ബാക്കി നമുക്ക് കേൾക്കാം. സമയമായി. പ്രതികരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ആധ്യാത്മികതയുടെ കാതലെന്ന ആ തത്വത്തിൽ നിർത്തിക്കൊണ്ട് നാളെ വരുമ്പോൾ, നാളെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞതിനെ പറ്റി ഉണ്ടെങ്കിൽ അത് എഴുതി ഇവിടെ തന്നാൽ സമയപരിമിതി അനുസരിച്ച് അത് നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ഉച്ചയ്ക്ക് നമുക്ക് കർമ്മത്തെ പറ്റിയും, കർമ്മണ്യേവാധികാരസ്ഥ എന്നുള്ള ശ്ലോകത്തെ വിസ്തരിച്ച് അർത്ഥം പറയും കൂടെ ചെയ്യുമ്പം നമ്മുടെ നാളത്തെ ദിവസം കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തെ അനാവരണം ചെയ്തു. അതിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കേട്ടു, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നാളെ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ആ ഒരു ശ്ലോകത്തെ അധികരിച്ച് കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഈ 2 ദിവസം തീരും. നാളെ വീണ്ടും 6 മണിക്ക് ഇവിടെ കാണുന്നത് വരെ നമസ്കാരം.